അതിനുള്ള ഇടിയൊക്കെ നല്ല കാര്യമായിട്ട് കിട്ടും. അതെ. അത് കിട്ടും. എന്തായാലും ഇടിക്കണം, പക്ഷെ കുറച്ച് ഇടി കുറയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. ഇവരൊരു 26 പേര് 26 പ്രൊജക്ട് ഒരാഴ്ച കൊണ്ട് ചെയ്തു. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല തോന്നിപ്പോ പിള്ളേരുടെ അടുത്ത് പോയി ചോദിക്കണം ഇപ്പൊ ഇവരെങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഹായ് ഓൾ, അൺടോൾഡ് സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ടാൽറോപ്പ് ബിൽഡ് ചെയ്യാൻ നേരത്തെ ആദ്യമായി എൻ്റെ കൂടെ കൂടിയ എൻ്റെ സ്വന്തം സഹോദരനും ടാൽറോപ്പിന്റെ കോ ഫൗണ്ടർ ആൻഡ് CTയുമായ സോബിർ നജ്മുദ്ദീൻ, അതോടൊപ്പം തന്നെ ടാൽറോപ്പിന്റെ സ്റ്റാർട്ടപ്സിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ടാൽറോപ്പിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിട്ടുള്ള മിഷാന മുഹമ്മദ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് കുറേ കഥകൾ പറയാനുണ്ട്. 2015 മുതലുള്ള കഥകൾ. അപ്പൊ സോബർ ഇങ്ങനെ 17 വയസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, 18 തൊട്ടിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ സ്കൂളിലൊക്കെ ടോപ്പറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ സോബിന്റെ അടുത്ത് പറയണം, സോബരെ നീ എൻ്റെ കൂടെ കൂടറാ, പഠനമൊക്കെ വേറൊരു സൈഡിൽ കൂടെ നമുക്ക് കൊണ്ടുപോവാം, നമുക്ക് ടാൽറോപ്പ് ബിൽഡ് ചെയ്യാന്ന് പറയണം, ടാൽറോപ്പിന്റെ ടെക്നോളജി സൈഡ് നോക്കണം. അങ്ങനെ സോബറിനെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, കോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ 17-ാം വയസ്സിൽ സോബർ ടാൽറോപ്പിന്റെ കോ ഫൗണ്ടർ ആയിട്ട് കയറി. എന്താണ് സോബർ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോർമൽ പാത്ത് ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംഭവം. കാരണം കോളേജിൽ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടിരിക്കുകയാണല്ലോ. പിന്നെ കോളേജ് നോർമലി എല്ലാവരും കോളേജിൽ പോയി, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക്. അപ്പം കൂട്ടുകാരെല്ലാവരും, അതായത് ഇനിഷ്യലി കുറേയധികം കൂട്ടുകാരുണ്ട്. പിന്നെ അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായി, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഒന്നൊന്നായിട്ട് കൂട്ടുകാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതൊരു സ്ട്രഗിളും കൂടി ഉള്ള ഒരു പാത്തായിരുന്നു ശരിക്കും. ഞാൻ കോഡിങ് സ്റ്റാർട്ട് ചെയ്തത് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അന്ന് മെല്ലെ മെല്ലെ എന്താ ചെറുതായിട്ട് പഠിക്കും, കുറച്ച് കാര്യങ്ങൾ ചെയ്യും, പിന്നെ അതവിടെ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യും, പിന്നെയും പഠിക്കും. അങ്ങനെ ആ ഒരു അക്കാഡമിക്സ് ഒക്കെ ആയിട്ട് പോയി. അപ്പൊ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഒരു 8-ാം ക്ലാസ് ആയപ്പോൾ തന്നെ ശരിക്കും എൻ്റെ ഒരു മാത്സിന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആള് ചോദിച്ചപ്പോൾ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കന്ന് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം അതൊന്നും പറയാൻ അറിയില്ല. പക്ഷെ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവും. അപ്പൊ എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? വീട്ടിൽ കാക്കായും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇത്തായും സോഫ്റ്റ്വെയർ, രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാൽ മതി. കാരണം ഇവർ രണ്ടുപേരും കോഡ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വീട്ടില് ചെറിയ പ്രായത്തിലെ കമ്പ്യൂട്ടർ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ പ്രായത്തിലെ കമ്പ്യൂട്ടർ ഉണ്ട്. ഇവരാണെങ്കിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത സാധനം ഉബുണ്ടു ആയിരുന്നു. ഇത് വിൻഡോസ് ഇല്ല. അപ്പൊ തന്നെ അറിയാം, ഗെയിം കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് അപ്പൊ പിന്നെ ഓപ്ഷൻ ഇല്ല. ഉബുണ്ടുവിലാണെങ്കിൽ ഗെയിമും ഇല്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫണ്ടിന് ചെയ്യണമെങ്കിൽ ജിമ്പിൽ പോയിരുന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കളിക്കുക, അതല്ലെങ്കിൽ പോയിരുന്ന് കോഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസറിൽ എടുത്ത് എന്തെങ്കിലും സിനിമയെ കാണാം. പക്ഷെ അന്നത്തെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിലുള്ള BSNLന്റെ ഇന്റർനെറ്റ്. അപ്പം കാര്യമില്ല. അതായത് എന്താണ് 500 KB 1 MB ഒക്കെ കിട്ടിയ ലോട്ടറി, അതായിരുന്നു അന്നത്തെ ഇന്റർനെറ്റ്. അപ്പൊ പിന്നെ വീഡിയോ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനേ അല്ല. പിന്നെ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ, അല്ലെങ്കിൽ കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് വന്ന് ഒരു +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ആ ഒരു ടാൽറോപ്പ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് കണക്ട് ആവുന്നത്. അതായത് ഇപ്പൊ എനിക്ക് കോഡിങ് അറിയാം, ഇനി എന്റെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഡിഗ്രി ആ രീതിക്ക് പോവാം, അതല്ലെങ്കിൽ നമ്മൾ സംതിങ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ അന്ന് പിന്നെ കൂടെ ബ്രദർ ഉണ്ട്, എല്ലാവരും ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ആ വേ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ടാൽറോപ്പ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നതും. പിന്നെ അവിടെ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ശരിക്കും അന്നത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ ഞാൻ ആകെ പുറത്തേക്ക് ഇറങ്ങുന്ന വെള്ളിയാഴ്ച ആയിരിക്കും ഞാൻ റോഡിലേക്ക് ഇറങ്ങണേ. അല്ലാതെ എല്ലാ ദിവസവും വീട്ടിൽ തന്നെയാണ്. അതായത് ഞാൻ മോർണിംഗ് പേഴ്സണേ അല്ല. അത് വളരെ ചെറിയ പ്രായത്തിലെ മുതലേ തന്നെ മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അത് കാരണം +2ലേക്ക് സ്കൂൾ ഞാൻ ഒരുപാട് തവണ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം രാവിലെ എണീറ്റ് ബസ് കയറി പോകാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു, രാവിലെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ എണീക്കും, നേരെ പോയി സിസ്റ്റത്തിന്റെ മുന്നേ ഇരിക്കും, രാത്രി 2 മണിയാകുമ്പോൾ പോയി കിടന്നുറങ്ങും. ഇത് റിപ്പീറ്റ്, അതായത് ആഴ്ചയിൽ 7 ദിവസം റിപ്പീറ്റ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 3 മാസം കൊണ്ട് സെറ്റായി. അതായത് കോഡിങ്ങിന്റെ കാര്യത്തിൽ 3 മാസമാണ് ആ ഒരു ടൈം എടുത്തത്. 3 മാസം കൊണ്ട് നമുക്ക് സെറ്റ്. അത്രേ ഉള്ളൂ ശരിക്കും ഈ പറയുന്ന കരിയർ എന്നൊക്കെ പറയുന്നത്. 3 മാസം നമ്മൾ മെനക്കെട്ടാ കിട്ടുന്നതാണ്. അപ്പൊ അത് തന്നെയായിരുന്നു എന്റെ എൻട്രി പോയിന്റ്. അതെ, അങ്ങനെ വലിയൊരു യുദ്ധമായിരുന്നു. കാര്യം എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. കാര്യം നമ്മളന്ന് ഒരുപാട് MTech BTechകാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പൊ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ അൺലേൺ ചെയ്യിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യണം, ലേൺ ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇവനോട് പറയുന്നുണ്ട്, സോ ഇവരെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് പാരലി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു കോർ എലമെന്റ് ആണ്. ഇത് നമ്മളിപ്പോ ഒരു കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു BTechലേക്ക് നമ്മൾ പോയി, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ
ഇവർ ഇതിൻ്റെ സെമിനാർ, അസൈൻമെന്റ്, പ്രോജക്റ്റ്, അത് ഇതെന്നും പറഞ്ഞ് നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ വേണം കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇത്രയും വർഷം അങ്ങ് പോകും. അപ്പൊ ഞാൻ പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഓക്കെ, നീ ഒരു ഡിഗ്രിക്ക് പോകും, എന്നിട്ട് അപ്പോഴേക്കും ഞാനൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് നീ ഇതിലേക്ക് വരാം. അപ്പൊ ഞാൻ കാണുമ്പോൾ എന്താണ്, ഇവൻ തിരിച്ചു വരുമ്പോൾ എംപ്ലോയി ആയിട്ടല്ലേ അവരോട്. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് തുടങ്ങുമ്പോഴോ, തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോ ഫൗണ്ടർ ആവുകയും ചെയ്യാം, ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അപ്പൊ ഞാനത് പറയണം, വീട്ടുകാർക്കൊന്നും അത്ര കൺവിൻസ്ഡ് അല്ല. വീട്ടുകാരിലൊക്കെ ഇങ്ങനെ എന്താണ്, ഡിഗ്രി വേണ്ടേ, ഡിഗ്രി ഇല്ലാതെ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു പരുവത്തിനൊക്കെ ഞാൻ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇവനങ്ങനെ കൂടെ കൂട്ടി. ഒരു 3 മാസമായപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു, നമ്മുടെ റിയൽ പ്രോജക്റ്റുകൾ, നമുക്ക് പല രാജ്യങ്ങളിലെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു, അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വന്നു. പെട്ടെന്ന് പിക്ക് ചെയ്തെടുത്തു, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കൊരു ഭയങ്കര ധൈര്യമായി. കാര്യം എന്താണ്, എന്റെ ടെക്നോളജി സൈഡ് മുഴുവൻ ഞാൻ ഇവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. അങ്ങനെ സോബർ ടാൽറോപ്പിന്റെ ഫസ്റ്റ് കോ ഫൗണ്ടർ 17 വയസ്സുകാരനാണ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും, 17 വയസ്സുകാരനാണോ ആദ്യത്തെ കോ ഫൗണ്ടർ എന്ന്. പിന്നെയാണ് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങി. പിന്നെ നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം കുറെ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ മംഗലപുരം ഒരു വീട്ടിലേക്ക് ചെന്നു. പിന്നെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു. അടുത്ത അങ്ങനെ പിന്നെ നമ്മൾ 2017 ആദ്യത്തെ നമ്മുടെ ടെക്കീസ് പാർക്കും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങ് വരും. ഇപ്പൊ സോബർ കംപ്ലീറ്റ്ലി നമ്മുടെ ടെക്നോളജി, ടാൽറോപ്പിന്റെ CTO എന്ന് പറയുമ്പോൾ ആ ടെക്നോളജി ഹെഡ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് ഇപ്പൊ എന്നിട്ടുണ്ട് സോബറിനെ മോഡലാക്കിയിട്ട് കരിയറിലേക്ക് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് സീറോ എന്നൊരു കരിയർ ബിൽഡ് ചെയ്ത് അതിൽ സ്ട്രോങ് ആയി ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന, ഒരു കമ്പനിയുടെ ഫൗണ്ടർ ലീഡർ. നമ്മളെപ്പോഴും പറയുന്ന കരിയർ ആദ്യം ഉണ്ടാക്കുക, പിന്നെ അതിനുശേഷം ലീഡർ ആവുക, എന്നിട്ട് അതിന്റെ ഫൗണ്ടർ ലീഡറിലേക്ക് വരിക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് 17-ാം വയസ്സിൽ കരിയർ തുടങ്ങി, പിന്നെ ലീഡറായി, പിന്നെ ഫൗണ്ടർ ലീഡർ ആയിട്ടുള്ള സോബർ നജ്മുദ്ദീൻ. അതിന് അതേ സമയത്ത് തന്നെ ഇപ്പൊ മിഷാനയുടെ കാര്യം പറഞ്ഞ, മിഷാന നമ്മൾ ശരിക്കും പരിചയപ്പെടുന്നത് 2021-ലാണ്. ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു നമ്പർ 1 സ്റ്റുഡന്റ്, ക്രൈസ്റ്റിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ. അപ്പം മിഷാനെ ആ സമയത്താണ് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ജോൺസും ഞാനും കൂടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോൺസിന്റെ അടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് പൊക്കണം, നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് മിഷാനൊക്കെ ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പ്രൊജക്ട് കോർഡിനേഷനിൽ ഇന്ത്യൻ ആയിട്ട് 2022-ലാണ് ടാൽറോപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ എന്ത് തോന്നുന്നു ടാൽറോപ്പിന്റെ ഒരു എക്സ്പീരിയൻസ്? ഞാനിപ്പോ കോളേജിൽ പഠിക്കുമ്പോഴും നമുക്കൊരു നല്ല കരിയർ വേണം. അതായത് MNC സ്റ്റാർട്ടപ്പ് അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ നല്ലൊരു കരിയർ വേണം. നമ്മൾ ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, എൻജോയ് ചെയ്ത് ലൈഫൊക്കെ കൊണ്ടുവന്ന് ഇത്രയേ ഉള്ളൂ ഒരു കരിയർ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ അന്നത്തെ ഒരു ഇത് നോക്കി ഓക്കെ ഏറ്റവും ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന പ്രൊഫഷനാണ്, അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ, കാരണം നമുക്ക് കോളേജ് സിലബസിൽ കോഡിങ് കാര്യങ്ങൾ ഇല്ല. അപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്കിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പൊ അതിന് ചേർന്നു, ഒരു എക്സ്റ്റേണൽ കമ്പനി ആയിരുന്നു, അതിന് ചേർന്നു പഠിക്കുന്നു. പക്ഷെ ആ സമയത്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു, പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത എല്ലാ കോൺസെപ്റ്റ്സും കാര്യങ്ങളെല്ലാം അറിയാം, കോഡ് ചെയ്യാൻ അറിയാം. പക്ഷെ എന്തോ അതിലേക്കൊരു ഇതാണോ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു സാധനം മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ളൊരു കരിയർ. അത് നമ്മൾ കോളേജിൽ ഇപ്പൊ എഞ്ചിനീയറിംഗിന് ചേരുമ്പോഴൊന്നും അതിനെക്കുറിച്ച് അധികം നമ്മൾ സംസാരിക്കുന്നില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രം. അപ്പൊ അങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ളൊരു കരിയറിനെ കുറിച്ച് അറിയുന്നതും, പിന്നെ അതിൽ ഭയങ്കര പ്രൊഡക്ട് മാനേജ്മെന്റ് ആണ് ആദ്യം അറിയുന്നത്, പിന്നെ പ്രൊജക്ട്. കാരണം അതാവുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ നമ്മൾ കുറെ പേരോട് സംസാരിക്കുന്നു, നമ്മൾ കുറെ ഡിസിഷൻസ് എടുക്കുന്നു, കുറെ കാര്യങ്ങളിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പോകണം, പ്രൊജക്ട് അല്ലെങ്കിൽ ബേസിക്കലി പീപ്പിൾ മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതായിരുന്നു മെയിൻ എൻ്റെ ഒരു ഇത്. ഇപ്പൊ ഞാൻ കോളേജിലാണെങ്കിലും ആകെ എനിക്ക് കിട്ടാത്ത ക്ലബ്ബ് എന്ന് വെച്ചാൽ NSS മാത്രമാണ്. അതൊരു വാട്സ്ആപ്പ് നമ്പർ മാറിപ്പോയതുകൊണ്ട് മാത്രം അതിൽ കയറാൻ പറ്റിയില്ല. കാരണം ബാക്കിയെല്ലാം നമ്മുടെ മെയിൻ അതാണ്, ആൾക്കാരായിട്ട് സംസാരിക്കുക, ഗൈഡ് ചെയ്യുക, പുതിയ പ്രൊജക്ട്സ് ചെയ്യുക, അതിലാണ് ഒരു എൻജോയ്മെന്റ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു ഇതായ ആ സമയത്ത് നമ്മുടെ ടെക്കീസ് പാർക്ക് ക്രൈസ്റ്റിൽ വരുന്നു. അപ്പൊ അവിടെ ആദ്യം ഈ പറഞ്ഞ പോലെ കോഫി കുടിക്കാൻ വേണ്ടി പോയതാണ്, കോഫി ഫ്രീ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ അങ്ങനെ പോയതാണെങ്കിലും അവിടെ പോയ പിന്നെ സംസാരിക്കാൻ ഇരിക്കണല്ലോ എന്തായാലും. അപ്പൊ അന്ന് അങ്ങനെ അവിടുത്തെ ടെഗൈന്റെ ടീമാണ് ഉണ്ടായിരുന്നത്. അവരെ എഞ്ചിനീയേഴ്സ് ആയിട്ടിരുന്ന് സംസാരിച്ചപ്പോഴാണ് ഒരു ചേച്ചി വന്ന് സംസാരിച്ചപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചേച്ചി അതിൽ കൂടുതൽ പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു, കാരണം ഞാൻ കേട്ടിട്ടുള്ളൂ. ചേച്ചി ഇരുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, നമുക്ക് ഇന്റേൺഷിപ്പ് അങ്ങനെ അവിടെ ഇങ്ങനെ ഇന്റേൺ ആയിട്ടും കാര്യങ്ങളായിട്ട്, അതേപോലെ നമ്മുടെ കോളേജിന്റെ ടെക് ഫെസ്റ്റിന്റെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പോയി ചോദിച്ചു, നമ്മളിതിൽ സപ്പോർട്ട് ചെയ്യാമോ? പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യണം, നമ്മൾ ഫുൾ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അന്ന് തന്നെ എനിക്ക് ഒരു ടീമിനെ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ടീം, പക്ഷെ ഒരു ആള് ഡെവലപ്പ് ചെയ്യാനുണ്ട്, ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഞാൻ പ്രൊജക്ട് കോർഡിനേറ്റർ ആണെന്ന് പറഞ്ഞു. ഭയങ്കര ത്രില്ലായി. അപ്പൊ അങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റിലേക്ക് കയറിയതാണ്. അപ്പോൾ ജോൺ സാർ എന്നുള്ള രീതിയിൽ അന്ന് വിളിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ജോൺസനായിട്ട് അന്ന് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ അത്രയും ആക്റ്റീവായിട്ട് നിന്നായിരുന്ന അഹദും. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടുപേരും കോളേജ് കഴിഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്ക് ടാൽറോപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അറിയുന്നുണ്ടല്ലോ.
അപ്പം അങ്ങനെ ജോൺ സാറായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജോൺ സാർ ഇങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റിൽ തന്നെ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ഇന്റേൺ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആ സമയത്ത് ഞാൻ അബുദാബിയിൽ നിന്നാണ് ബേസിക്കലി. അപ്പോൾ കോളേജ് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കോളേജ് ജൂലൈ കഴിയുന്നു, ജൂലൈയിൽ അപ്പം തന്നെ അങ്ങോട്ട് പോയി. ഈ ഓഫർ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റേൺ പൊസിഷന് വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞ പോലെ ക്രൈസ്റ്റിന് ഒരു ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ്. അന്ന് ഓൾറെഡി ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഒരു 5 ഓഫേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് UAE പോയ ശേഷം ഇപ്പോൾ ഉപ്പയും ബ്രദറൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ അവർ കുറെ ഓഫേഴ്സ് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, ഇതിനു വേണ്ടി നീ നാട്ടിലേക്ക് പോകണോ, ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ പോരെ. ഫാമിലിക്കും ആ കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കരിയർ വേണം. പ്രൊജക്ട് മാനേജ്മെന്റിൽ ഇന്റേൺസിന് എടുക്കുന്ന ഭയങ്കര കുറവാണ്. അതിലൊരു എക്സ്പീരിയൻസ്ഡ് ആയവർ എടുക്കുള്ളൂ. അപ്പോൾ ഫാമിലി പറഞ്ഞു ഓക്കെ പോയിക്കോ, എന്നിട്ട് അവിടുന്ന് എക്സ്പീരിയൻസ് ആവ്, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ആ എക്സ്പീരിയൻസിൽ ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഓക്കെ അത് പറഞ്ഞ് അങ്ങനെ വന്നതായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ടൊരു 360 ഡിഗ്രിയിലേക്കാളും ഭയങ്കര ആക്സിലറേറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് വന്ന് കണ്ണൂരത്തെ ടെക്കീസ് പാർക്കിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നെഹ്റു കോളേജിലെ ഒരു ഫുൾ ടീമിന്റെ ഒപ്പമാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന പ്രൊജക്ട് എന്ന് പറയുന്ന സ്റ്റേപ്പാണ്. അത്രയും ഏറെ എഞ്ചിനീയേഴ്സും അത്രയും ഏറെ ഫീച്ചേഴ്സ്. അതിൽ നമ്മളിപ്പോൾ ഒരു ഇന്റേൺ ആണെങ്കിൽ പോലും ഡിസ്കഷൻസിലും, അത് ഡിസൈൻ തൊട്ട് ഡെവലപ്മെന്റ് വരെയുള്ള ഡിസ്കഷൻസിലും എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പൊ തന്നെ മറ്റേ ഉള്ളിലെ പണ്ടത്തെ കോളേജിൽ പൂട്ടി വെച്ച ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ പുറത്തു വരല്ലേ. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കുറെ പുതിയ പ്രൊജക്ട്സ് എടുത്തു. പിന്നെ അവിടുന്ന് ഇങ്ങനെ അവിടെ അന്ന് സഫീർക്ക് ആദ്യമായിട്ട് കണ്ണൂർ വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ സഫീർക്ക് ഇങ്ങനെ ഇതല്ലാണ്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രാ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അടുത്തൊരു കരിയർ ലെവലിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ശരിയാണല്ലോ, എനിക്കിവിടെ കൂടുതൽ ചെയ്യാനുണ്ട് എന്നുള്ളൊരു പോയിന്റും. അന്ന് അവിടെ റീമത്തെയാണ് കണ്ണൂരത്തെ ആക്ടിവിറ്റീസ് ഒരു ഡിസ്ട്രിക്ട് ഹെഡ് എന്നുള്ള രീതിയിൽ നോക്കിയായിരുന്നു. അപ്പോൾ റീമത്തെ അന്ന് തൊട്ട് എന്നെ കുറെ ആക്ടിവിറ്റീസിലേക്ക് റീമത്തായിട്ട് എൻ്റെ പേരിടും. അപ്പൊ ഞാൻ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത് സെഷൻസ് എടുക്കാൻ തുടങ്ങി. വയനാട് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ റീമത്താണ് എന്നെ ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് അന്ന് നമ്മുടെ ഒപ്പമുള്ള കുറെ പേര് തന്നെ പ്രൊജക്ട് കോർഡിനേഷനിൽ മാത്രം ഇരിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ഇതിലേക്കും പോകുന്നുണ്ട്. നമ്മളെ പോണ വഴിയായിരിക്കും മീറ്റിംഗ്സ്, സ്റ്റാൻഡപ്പ് മീറ്റിംഗ്സ് എടുക്കുന്ന, മീറ്റിംഗ് നോട്ട്സ് അയക്കുന്ന. പക്ഷെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തുടങ്ങി. പിന്നെ ആ ഒരു ഹസിൽ ഇല്ലാണ്ട് പറ്റാണ്ടായി. അതായത് ഇത് മാത്രം നോക്കാം, എപ്പോഴും അങ്ങോട്ട് പോയി ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അങ്ങനെ ചോദിക്കാനായി. അപ്പോ ആ ഒരു ഗ്രോത്ത് ഭയങ്കര ആക്സിലറേറ്റഡ് ആയിട്ട് കിട്ടി എനിക്ക്. അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്റെ ഉണ്ട്, പിന്നെ കുറെ ഞാൻ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് ഒരു കംപ്ലീറ്റ് 360 പിന്നെ മാറി. ഇപ്പൊ എങ്ങനെ ടാൽറോപ്പിൽ അന്ന് ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വാങ്ങി അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്? ഇല്ല ഒട്ടും ഇല്ല. അത് അതിലൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജിൽ ഞാൻ കോളേജായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ഞാൻ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും പറയും, കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വെച്ചാൽ അവിടെ ടെക്കീസ് പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരാൾക്ക് അവരുടെ കോളേജിലേക്ക്, എസ്പെഷ്യലി ഇപ്പോൾ തൃശ്ശൂരാണ്, നമ്മൾ കൊച്ചിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ദുബായിൽ നിന്ന് വരുന്നു, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവന്റ് ആയിട്ട് എപ്പോഴും തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ടെക്കീസ് പാർക്കിലേക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് കോളേജായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന ട്യൂസ്ഡേയും കൂടി കുട്ടികളായിട്ടൊരു ഇവന്റ് അവിടുത്തെ IEEE ബാഗുമായിട്ടുണ്ട്. അപ്പോൾ കോളേജ് ആണെങ്കിൽ നമ്മളായിട്ട് ഒരു കണക്ഷൻ, എല്ലാ ടീച്ചേഴ്സും, പ്രിൻസിപ്പൾ, ഡയറക്ടർ, അച്ഛൻ എല്ലാവരും ആ കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോഴും നമ്മളോട് ചേച്ചി കരിയർ ഗൈഡൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ അവർ സംസാരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര, കാരണം നമ്മൾ ആ പൊസിഷനിൽ നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ലിങ്ക്ഡിനിലൊക്കെ കുറെ പേരെ കണക്ട് ചെയ്ത് പ്രൊജക്ട് മാനേജ്മെന്റിലൊക്കെ അന്ന്, കാരണം ഒരു ഐഡിയ ഇല്ല, ഈ സാധനം കേട്ടു എന്നല്ലാണ്ട്. അപ്പം അങ്ങനെ ചോദിച്ച ഇൻസ്റ്റൻസ് ഉണ്ട്. അവിടെ എനിക്കൊരു റിയൽ ഫേസ് ടു ഫേസ് ഗൈഡൻസ് അന്ന് കിട്ടിയത് ടെഗൈൻ അവിടെ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പം അതേപോലെ ഇപ്പോൾ കുറെ പേർക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ ആവാൻ പറ്റുന്നതും, പിന്നെ അതേപോലെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള കുറെ പേര് എനിക്ക് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ഒരു എക്സ്പീരിയൻസും അവർക്കൊരു ലെവലപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ, അത് മാത്രം അതാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന എംപവർ ഹെർ എന്നുള്ള മിഷനോടെ കുറെ അധികം കുട്ടികൾ, ഇപ്പം നമ്മളൊരു 500 കുട്ടികളെ ലാസ്റ്റ് ബാച്ചിൽ നമ്മൾ നർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 500 ഗേൾസിലേക്ക് ഞാൻ അന്ന് എന്താണോ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടണം എന്ന് കരുതിയത് അത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരിക്കലും നമ്മൾ അന്ന് ഇമാജിൻ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഇത് മതിയായിരുന്നു എന്ന് ഒരിക്കലും തോന്നുന്നു. സൂപ്പർ. ഇപ്പൊ നമ്മൾ അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമുക്ക് കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു മാർക്ക് സുക്കർബർഗ്, ഒരു സ്റ്റീവ് ജോബ്സ്, ഒരു ഇലോൺ മസ്ക് ആകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇവർക്കൊരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, എന്താണ് ഒരാള് കമ്മ്യൂണിക്കേഷൻ ഭാഷ പഠിക്കുന്ന സംവിധാനം എന്താണ്, എഴുതാൻ പഠിച്ച ഈ എഴുതാൻ പഠിച്ച അല്ലെങ്കിൽ ABCD പഠിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതുപോലെ മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. AI കാലഘട്ടമാണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കോഡ് ചെയ്യുക എന്ന് പറയുന്നത് മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ലക്ഷക്കണക്കിന് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കണം.
എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേപ്പ് എന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റേപ്പിന്റെ ഒരു co-founder ആയിട്ട്, സ്റ്റേപ്പിന്റെ CEO ആയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മളിപ്പോൾ 2,00,000 ഈ വർഷം ഇപ്പോൾ 2,10,000 കുട്ടികളാണ് സ്റ്റേപ്പിലേക്ക് വരുന്നത്. അത് സൗജന്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 21,000 പേരെ അടുത്ത വർഷം നമ്മൾ ജൂനിയർ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ നിന്ന് ഒരു 2,100 കുട്ടികളെ നമ്മൾ ജൂനിയർ സ്ക്വാഡിലേക്ക്, ജൂനിയർ നമുക്കൊരു ഡ്രൈവ് എന്നുള്ളൊരു ഇതിലേക്ക് ഒരു സ്ക്വാഡിനെ രൂപീകരിക്കുന്നു, സ്റ്റാർട്ടപ്പ് സ്ക്വാഡ് രൂപീകരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു 210 പേരെ നമ്മുടെ മഹാദേവിനെയൊക്കെ പോലെ ആക്കിയെടുക്കുന്നു. അപ്പൊ ഇത് 4 വർഷം കഴിയുമ്പോഴേക്ക് വർഷം നമുക്കൊരു 210 മഹാദേവന്മാർ വീതം കിട്ടുന്ന ഒരു പ്രോസസ്സ്. അപ്പം 2,00,000 കുട്ടികളിൽ നിന്ന് 200 പേരെന്ന് പറയുമ്പോൾ, അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ 1000 ഒരുവനായിട്ടാണ് ഈ ഒരാൾ വരുന്നത്, അല്ലെങ്കിൽ 1000 ഒരുത്തി എന്ന് നമ്മൾ പറയുന്ന ഒരാൾ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അടുത്ത മാർക്ക് സുക്കർബർഗിനും സ്റ്റീവ് ജോബ്സിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് അടുത്ത ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പടുകൂറ്റൻ പ്ലാറ്റ്ഫോം, അതെ. എഞ്ചിനീയേഴ്സിനെയും സയന്റിസ്റ്റുകളെയും ഒപ്പം ടെക് ഓണ്ടർപ്രണേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്റ്റേപ്പ് ബിൽഡ് ചെയ്ത് ഇപ്പം അതിന്റെ റിസൾട്ട് കാണുമ്പോൾ, ഇവൻ അട്ടപ്പാടിയിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് എഞ്ചിനീയേഴ്സിനെ കാണുമ്പോൾ എക്സാക്ട്ലി എന്താ ഒരു ഫീൽ വരുന്നത്? ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഞാൻ ആഗ്രഹിച്ച സ്റ്റേപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അതായത് സഫീർക്ക എന്നെ പഠിപ്പിച്ചു, 8ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് മാത്രം കോഡർ ആയ ഒരാളാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രദർ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വേറെ എവിടെയോ എന്തോ ഒരു പരിപാടിയിൽ ഇരുന്നേനെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ, എനിക്ക് ടെക് പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ടാക്കാനും അറിയാം. എന്നാൽ എന്തുകൊണ്ട് എനിക്കിത് ലക്ഷം കുട്ടികളിലേക്ക് എത്തിച്ചുകൂടാ? ഇതായിരുന്നു ശരിക്കും സ്റ്റേപ്പ് എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് എൻ്റെ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി കോഡിംഗ് എന്ന് പറഞ്ഞ് ഞാനന്ന് ഇൻട്രോവേർട്ടിന്റെ അങ്ങ് അറ്റത്ത്, ഇൻട്രോവേർട്ടിന്റെ ഒരു ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഒരു മനുഷ്യനുമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. ക്യാമറയുടെ അടുത്ത് പേടി. അതായത് ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ക്യാമറയുടെ ഫ്രണ്ടിൽ പോകൂല. അത് കാരണം ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന ഒരാള് എന്ത് ചെയ്തു, ഇപ്പൊ എന്റെ വീഡിയോ ഏകദേശം 2000 കൂടുതൽ വീഡിയോസ് ഞാൻ സ്റ്റേപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു തോട്ടായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ കുട്ടികളെ ഇൻഡസ്ട്രി കാണിക്കണം. ഇത് മാത്രമേ ഉള്ളൂ തോട്ട്. രണ്ടാമത്തേത്, ഇങ്ങനെ കുട്ടികളെ നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് നമുക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ മഹാദേവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ മഹാദേവിനെ ട്രെയിൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോർണിംഗ് പേഴ്സണേ അല്ല. പക്ഷെ ഞാൻ 6:30 എണീറ്റ് രാവിലെ 7 മണി, കാരണം ഇവനാകെ സമയമുള്ളത് 7 to 9 ആണ്. ഇവരൊരു 25 കുട്ടികളുണ്ട്. ഈ 25 കുട്ടികളെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 7 മണി മുതൽ 9 മണി വരെ അവിടെ ടെക്കീസ് പാർക്കിൽ പോയിരുന്നാൽ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ എന്ത്, ഞാൻ രാവിലെ 6:30 എണീക്കും. 6:30 എണീറ്റ് ഞാൻ അതുവരെ പോയി അവനെ രാവിലെ പഠിപ്പിച്ച് ഇവരുടെ ബാച്ച് ഇവർ ഇത്രയും പേര്. അപ്പൊ ഒരു വർഷത്തെ പ്രോസസ് ആയിരുന്നു ഇത്, ഇങ്ങനെ ഡെയിലി പഠിപ്പിച്ചപ്പോ. പക്ഷെ അവനിലുണ്ടാവുന്ന ആ മാറ്റമാണ് പിന്നീട്. അന്ന് നമുക്ക് പ്ലാറ്റ്ഫോം ആയിട്ടില്ല, അന്ന് ഡയറക്റ്റാ പഠിപ്പിക്കണേ. അന്ന് ഡയറക്റ്റ് പഠിപ്പിക്കുന്നു. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് ഒരു എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോമിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, കുട്ടികൾക്ക് അന്ന് ലൈവ് ക്ലാസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇത്രയില്ല. സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഒന്നും ഇത്രത്തോളം ആളുകൾ ഗൂഗിൾ മീറ്റ് അന്ന് ടൂൾ തന്നെ ഇല്ല. ഓക്കെ, സൂം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും അറിയുന്ന കണക്കിന് സൂം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉണ്ടായിരുന്ന കുറച്ച് ടൂൾസ് ഉണ്ടായിരുന്നു, സ്കൈപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് നമുക്കവിടെ ഇന്റർനെറ്റേ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്? അപ്പൊ ആ ഒരു കാലയളവ് 2018 ആ ടൈമാണല്ലോ. പിന്നെ അതിൽ നിന്ന് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു, റെക്കോർഡ് ചെയ്ത് ശരിക്കും 2021 എത്തി ശരിക്കും നമ്മളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ത്രില്ലിങ്. അതായത് ഓരോ ദിവസം ഈ കുട്ടികൾ ചെയ്യണ കാണും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചെയ്ത് അയച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ചിന്തിക്കൂല അത്. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അവൻ ആ പ്രൊജക്ട് ചെയ്തേക്കുന്ന, അവനാകെ കിട്ടിയത് 1 മണിക്കൂറിന്റെ അതായത് അവർക്ക് ബേസിക് കോഡിംഗ് മുഴുവനും കൊടുത്തു. ഇപ്പൊ ജനറേറ്റീവ് എഐയിലും എങ്ങനെ ഏജൻസിനെ ബിൽഡ് ചെയ്യണമെന്നുള്ള കാര്യമായിരുന്നു. 1 മണിക്കൂർ ക്ലാസ്. ആ ക്ലാസ് കൊടുത്തതും ഡയറക്റ്റ് നമ്മളാരും, ഞാനോ മഹാദേവോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടീമല്ല, ഒരു കുട്ടി. ഈ കുട്ടിയെ നേരത്തെ പഠിപ്പിച്ചു. ഇവൻ എന്ത് ചെയ്തു, 1 മണിക്കൂർ സെഷൻ, നമ്മുടെ മാസ്റ്റർ ട്യൂട്ടറിലെ ഒരാൾ 1 മണിക്കൂർ സെഷൻ കൊടുത്തു. ഈ മണിക്കൂർ സെഷൻ വെച്ച് ഇവരൊരു 26 പേര് 26 പ്രൊജക്ട് ഒരാഴ്ച കൊണ്ട് ചെയ്തു. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല തോന്നിപ്പോ. പിള്ളേരുടെ അടുത്ത് പോയി ചോദിക്കണം ഇപ്പൊ ഇവരെങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ച റിസൾട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അന്ന് എടുത്ത ഡിസിഷൻ, അല്ലെങ്കിൽ സ്റ്റേപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്ന മാറ്റം നമുക്ക് 2030 എന്തായാലും കത്തിക്കും. അല്ലെ? ഇപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴേക്ക് എന്താണ് സിലിക്കൺ വാലിയുടെ ഫോർമുല?
ഈ സിലിക്കൺ വാലി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുന്ന ഒരു സംവിധാനമല്ല. അതൊരു ഫോർമുലയാണ്. ആ ഫോർമുല വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞ ഫോർമുല എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കില്ല, കെട്ടിടങ്ങൾ കെട്ടിയിടുക. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചില്ലേ, നിങ്ങൾ ഈ ഗ്രാമങ്ങളിൽ മൊത്തം വില്ലേജ് പാർക്കുകൾ ഇങ്ങനെ കെട്ടിയിടുന്നത് എന്തിനാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു വില്ലേജ് പാർക്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു മാർക്ക് സുക്കർബർഗ് ഉണ്ടാകും. ആ ഒരു മാർക്ക് സുക്കർബർഗിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മളൊരു വില്ലേജ് പാർക്ക് ഇടുന്നത്. പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ളതാണ് ബാക്കി ആക്ടിവിറ്റീസ്. അൾട്ടിമേറ്റ്ലി എന്തിനാണ്? ടാലൻസുകൾക്ക് വരാനുള്ള സ്പേസ് ആണ്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. മഹാദേവ് 19ാമത്തെ വയസ്സിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തു എന്ന് പറയുമ്പോൾ മാർക്ക് സുക്കർബർഗ് 19ാമത്തെ വയസ്സിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി, ഇന്നോവേഷൻ. ഫേസ്ബുക്ക് ഉണ്ടാക്കി, ഇവൻ ഡിയോസ് IoT സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. മാർക്ക് സുക്കർബർഗ് 8ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങി, മഹാദേവ് 11ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങി. അവൻ 10-11 വർഷത്തെ എക്സ്പീരിയൻസിൽ തുടങ്ങി, ഇവൻ 8 വർഷത്തെ എക്സ്പീരിയൻസിൽ തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് KVUPSൽ പോയി നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു മഹാദേവ് ഉണ്ടാകില്ലായിരുന്നു, എങ്കിലൊരു ഡിയോസ് ഉണ്ടാകില്ലായിരുന്നു. ഇതൊരു ഫോർമുലയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. KVUPSലെ ടെക്കീസ് പാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, മഹാദേവ് എന്നുള്ള ടാലന്റ്, ഡിയോസ് എന്നുള്ള ഇന്നോവേഷൻ. ഇത് 10,000, ഇത് 1,00,000. ഇത് തടഞ്ഞു വെക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കുട്ടികൾ ഈ ഡിയോസും മഹാദേവിന്റെ തലേന്ന് വന്നതാണല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ പറഞ്ഞ ആ 26 ഏജന്റ് ഉണ്ടാക്കിയ കുട്ടികൾക്ക് അവർക്ക് എന്തറിയാം? ഇപ്പൊ കോഡ് ചെയ്യാൻ അറിയാം, അവർക്ക് എന്താണ് വെബ്സൈറ്റ് ഉണ്ടാക്കാനും സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും അറിയാം, അവർക്ക് അലിബാബ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അറിയാം, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അറിയാം, ഫേസ്ബുക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അറിയാം, നെറ്റ്ഫ്ലിക്സ് ഉണ്ടാക്കാൻ അവർക്കറിയാം. ആ ടെക് അവർക്കറിയാം. ഇനി അവർ ആലോചിക്കാൻ ഈ ടെക് വെച്ച് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് വന്ന് അവർ റിയൽ വേൾഡ്, അവർ വില്ലേജ് പാർക്കിൽ എത്ര ആളുകളെ കാണുന്നത്? അവർ കർഷകരെ കാണുന്നുണ്ട്, ഗ്രാമങ്ങളിൽ ഇറങ്ങി കാണുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഈ ടാലന്റ് വരുമ്പോൾ ഇവരുടെ തലയിൽ ഒരു ഇന്നോവേഷൻ തോന്നും. അന്ന് ആ ഇന്നോവേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് തമിഴ്നാട് വേണോ? ടാൽറോപ്പ് തമിഴ്നാടുണ്ട്. അവർക്ക് കർണാടക വേണോ? ടാൽറോപ്പ് കർണാടക ഉണ്ട്. എന്നാൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻസ് വരുമ്പോൾ മാജിക്കുകൾ ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സാധനത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ടായാൽ മതി. നമ്മളിപ്പോ നോക്കിക്കേ, ഇപ്പൊ ചൈനയുടെ ഒരു കാറ് ഉണ്ടാക്കി, ഇപ്പൊ BYDയുടെ കാർ ഉണ്ടാക്കി. അത് കേരളത്തിലൊന്നും ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ആൾ എടുത്തിട്ടില്ലേ? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആൾ എടുത്തത് കൊണ്ടാണ് ആ കാർ ഇവിടെ വന്നത്. എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് വൈഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ആ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? കേരളം സിലിക്കൺ വാലി ആകും. കേരളം ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറും. കേരളത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നു, കേരളത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. പ്രൊഡക്റ്റ് ഉണ്ടായാൽ അത് അതർ സ്റ്റേറ്റ്സിലേക്കും അതർ നേഷനിലേക്കും പോകുന്നു. നമുക്ക് ഗ്ലോബൽ ബ്രാൻഡ് ഉണ്ടാവും. ഇതൊരു ഫോർമുലയാണ്. ഈ ഫോർമുല വിജയിപ്പിക്കലേ ഉള്ളൂ നമ്മുടെ പണി. അതല്ലാണ്ട് ഓരോ സ്റ്റാർട്ടപ്പും ഉണ്ടാക്കി വിടണ്ട. ഒന്ന് വേൾഡ് വൈഡ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കണം. അത് നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് മാറേണ്ട സംഭവം. ബാക്കി ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ, ഈ ഒന്ന് ഫോർമുല കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ മിഷാന ഒരുപാട് പേർക്ക് ഇപ്പൊ നമ്മുടെ ജൂനിയർ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൊക്കെ പറയുന്നുണ്ട്. അന്ന് 2021 ആദ്യമായിട്ട് ടാൽറോപ്പ് കേൾക്കുന്ന അവസ്ഥയിൽ, പിന്നെ 2022 ടാൽറോപ്പ് ജോയിൻ ചെയ്യുന്ന സമയം, ഇന്ന് ഇതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ്? അത് വളരെ ഡിഫറെന്റ് ആണ്. കാരണം അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നത് ഒരു പാർട്ടാണ്. സ്റ്റേപ്പ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ടെക് ഡെവലപ്മെന്റ് മേ ബി 1-2 ഫീച്ചർ എന്നുള്ള ഒരു പാർട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഇപ്പോ ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു വലിപ്പത്തില് നമ്മൾ ഒരു 140 സ്റ്റാർട്ടപ്സ് കാണുന്നു, 28 ഇൻഡസ്ട്രീസ് കാണുന്നു, നമ്മൾ 193 കൺട്രീസിലേക്കുള്ള എക്സ്പാൻഷൻ കാണുന്നു. അത് കാണുമ്പോൾ അതിൻ്റെതായ വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അന്ന് നമ്മളിപ്പോ ഒരു പുതിയ ഫീച്ചർ പറയുമ്പോൾ അതിന് നമുക്കൊരു ടെൻഷൻ ഉണ്ട്. ഇതാ സമയത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ ചെറിയ ചെറിയ ടെൻഷൻ. ഇപ്പൊ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ UK ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ സുഡാൻ മിഷൻ, ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ആക്കുന്നു, കംപ്ലീറ്റ്. നമുക്ക് ഇവിടെ ആളറിയാലോ, അവിടെ ഇത് നമുക്ക് കണക്ട് ചെയ്യാലോ. അങ്ങനെ അത്രയും വലിയ മിഷൻസ് പോലും ഇപ്പൊ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഡിഫറൻസ്. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്കുള്ള ഗ്രോത്തിലും ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കമ്പനിയുടെ ആ ഒരു ഗ്രോത്തും, അതേപോലെ കമ്പനിയെ നമ്മൾ എവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഓരോരുത്തർക്കും ടാൽറോപ്പ് എന്താന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ സ്റ്റേപ്പിലെ കുട്ടികൾക്ക് മേ ബി ടാൽറോപ്പ് അവർ ആ സ്റ്റേപ്പിലൂടെ കാണുന്നു. പക്ഷെ സ്റ്റേപ്പിലൂടെ കണ്ട് എങ്ങനെ ടാൽറോപ്പിലേക്ക് എത്തിക്കുന്നു നമ്മൾ എന്നുള്ളതിലാണ് മാസ്റ്റർ ട്യൂട്ടേഴ്സ് ആവട്ടെ, ജൂനിയർ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആവട്ടെ, ഇതെല്ലാം വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ടെക്കീസ് പാർക്ക് കാണുമ്പോൾ ടെക്കീസ് പാർക്കിലൂടെ എങ്ങനെ നമുക്ക് ടാൽറോപ്പിലേക്ക് എത്തിക്കാം, അവരെ സിലിക്കൺ വാലിയിലേക്ക് എത്തിക്കാം, ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഓരോ പ്രോഗ്രാമിലും നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ നല്ല രീതിക്ക് നമുക്കിപ്പം ആ ഒരു വ്യത്യാസം സത്യത്തില് നമുക്കും ഒരു വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഞാനിപ്പോ വന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ എന്ന് പറയുന്ന ഫോർമുല ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയിടുന്നു. അതായത് പല ആളുകളും നമ്മളെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ടാൽറോപ്പ് ഡിസൈൻ ചെയ്യുന്ന സിലിക്കൺ വാലി മിഷൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം കെട്ടിയിട്ട് മാർക്ക് സുക്കർബർഗിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ യെസ്,
അവര് നമ്മളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും സത്യത്തിൽ അതാണ്. നമ്മൾ കെട്ടിടം കെട്ടിയിട്ട് മാർക്ക് സുക്കർബർഗിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാർക്ക് സുക്കർബർഗ് ഉണ്ടാകാത്തതാണല്ലോ നമ്മുടെ പ്രശ്നം. ആ മാർക്ക് സുക്കർബർഗ് ഉണ്ടാകാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്ക് സുക്കർബർഗ് ഉണ്ടാകില്ലേ? മാർക്ക് സുക്കർബർഗ് ഉണ്ടായാൽ ഫേസ്ബുക്ക് ഉണ്ടാകില്ലേ? ഇതൊക്കെ അമേരിക്കക്കാരുടെ മാത്രം കുത്തകയൊന്നുമല്ല. അപ്പൊ നമ്മൾ അന്ന് പറയുന്ന ഒരു ഫോർമുല ഇത് ആളുകൾക്ക് വിശ്വസനീയമല്ല. കാര്യം ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല. ഈവൻ ബ്രിട്ടീഷുകാർ പോലും എന്താണ് ഈ പറയുന്ന അതിന് സിലിക്കൺ വാലിനെ കോപ്പി ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടവരാണ്. നമ്മൾ കോപ്പി ചെയ്യാനല്ല നോക്കുന്നത്, നമ്മൾ പ്രോസസ്സാണ് ഇടുന്നത്. ഈ പ്രോസസ്സുകളെയാണ്. അതുപോലെ കെട്ടിടവും കെട്ടി കുറെ ആളെയും കൊണ്ടുവച്ച് കുറെ കൺസൾട്ടൻസിനെ വെച്ചിട്ട് സിലിക്കൺ വാലി ഉണ്ടാക്കാനല്ല നമ്മൾ നോക്കിയത്. എങ്ങനെയാണ് ഈ പറയുന്ന സ്കൂളുകൾ പരിവർത്തനം ചെയ്യേണ്ടത്, കോളേജുകൾ പരിവർത്തനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഗ്രാമങ്ങളിലേക്ക് വരേണ്ടത് ഫസ്റ്റ്, ദെൻ ടാലന്റുകൾ എങ്ങനെയാണ് വരേണ്ടത്, എന്നിട്ട് ഇന്നോവേഷൻസ് എങ്ങനെയാണ് വരേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സുകളാണ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. ഈ പ്രോസസ്സിന്റെ ഔട്ട്കം റിസൾട്ട് സെയിം തന്നെയാണ്. അത് നമുക്കറിയാലോ. നമ്മൾ ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ഈ റിസൾട്ട് തന്നെയായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ഒരു ഹാർഡ് ഫേസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ. കാരണം അവർക്ക് ഫെമിലിയർ അല്ലാതെ. കാര്യം ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയൊരു ടെക്സ്റ്റൈൽ തുടങ്ങുക, പുതിയൊരു ജ്വല്ലറി തുടങ്ങുക, പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക. നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ, കേരളത്തിൽ ഇനിയൊരു ടെക്സ്റ്റൈൽ താങ്ങൂല, ഇനിയൊരു ജ്വല്ലറി താങ്ങൂല, ഇനിയൊരു റെസ്റ്റോറൻറ്റ് താങ്ങൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓൾറെഡി ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബാലൻസ് തെറ്റി. ഒരു ടൗണിൽ 1000 പേരുള്ള ഒരു ടൗണിൽ ഒരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ അദ്ദേഹത്തിന് 1000 കസ്റ്റമറിനെ കിട്ടും. രണ്ടാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാലോ കസ്റ്റമർ 500 ആവും. മൂന്നാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ കസ്റ്റമർ 300 ആവും. നാലാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാൽ കസ്റ്റമർ 250 ആവും. അഞ്ചാമതൊരാൾ ടെക്സ്റ്റൈൽ ഇട്ടാലോ ഇവർ 5 പേരും പറയും എനിക്ക് കച്ചവടം ഇല്ല എന്ന് പറയും. എന്നാൽ ആറാമതിന് ടെക്സ്റ്റൈൽ ഇടും, അപ്പൊ ഒന്നാമത്തവൻ പൂട്ടും. ഏഴാമത്തവൻ ഇടും, അപ്പൊ രണ്ടാമത്തവൻ വിട്ടു. അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂത്തിന് ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ എക്കോണമിയിൽ ഇമ്പാക്ട് ഉണ്ടാകണമെങ്കിൽ നമുക്ക് അതർ സ്റ്റേറ്റ്സിൽ നിന്നും അതർ നേഷനിൽ നിന്നും ക്യാഷ് ഇവിടെ വരണം. അതിന് പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കണം. ലോകം നേരിടുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻസ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ പ്രൊഡക്റ്റ് ആക്കി അത് അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് ക്യാഷ് വരും. ഇതാണല്ലോ കാലിഫോർണിയയിലേക്ക് നടക്കുന്ന. ആപ്പിളിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്. അവരതിന് എന്ത് ചെയ്തു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തു, ആപ്പിളിന്റെ ഫോണാക്കി. എന്നിട്ട് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ചൈനയിലും തായ്വാനിലൊക്കെ ആയിരിക്കും, ലോക രാജ്യങ്ങളിലേക്ക് അവർ എത്തിക്കും. ഇത് നമുക്കും നമ്മുടെ നാട്ടിലും പോസിബിൾ ആണ് എന്നൊരു സംവിധാനമാണ്. അപ്പൊ ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പൊ ടാൽറോപ്പിന്റെ എൻ്റെ ടെക്നോളജി സോബർ ഹെഡ് ചെയ്യുന്നു. അപ്പം അതിലുണ്ടാകുന്ന സ്റ്റാർട്ടപ്പുകളെ മിഷാന ഹെഡ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും ഇതിനെ കുറച്ചും കൂടി എന്തായിട്ടുണ്ടാകും, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ ഗ്രൗണ്ടിൽ ഈ ഉണ്ടാക്കപ്പെടുന്നതിന്റെ കോർ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ കൃത്യമായിട്ട് റീച്ച് ചെയ്യിക്കുന്നതിലും വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ്. ഇപ്പൊ സോബർ ഇപ്പം മിഷാനയുടെ ഒരു ടോപ്പിക്കിലേക്ക്, മിഷാനയെ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നത് സോബറിനാണ്. അന്ന് മിഷാനയെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മിഷാന ഈ പറയുന്ന ലെവലിലേക്കൊക്കെ എത്തുമെന്ന് വല്ല വിശ്വാസം ഉണ്ടായിരുന്നോ? എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും മിഷാനായും സ്റ്റേപ്പിലാണ് മിഷാനായെ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ആദ്യത്തെ മീറ്റിങ്ങുകളിൽ നമ്മൾ എന്ത് ചെയ്തു, സംസാരിച്ചു, പ്രൊഡക്റ്റിന്റെ ഡിസ്കഷൻസ്. പിന്നെ ഓൾറെഡി തന്നെ എനിക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു ക്രൈസിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിയും എന്റെ മുന്നിലേക്കുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണ, ജസ്റ്റ് ഒന്നൊരു കണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ ഓർമ്മയില്ല. ഓക്കെ, മിഷാന പറയുമ്പോഴാണ് ഓക്കെ അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ളത്. പിന്നെ നമ്മൾ കണക്ട് ആവുന്നത് ശരിക്കും നമ്മുടെ സ്റ്റേപ്പിന്റെ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ കണ്ണൂർ ടെക്കീസ് പാർക്കിൽ വെച്ചിട്ടായിരുന്നു കണക്ട് ആവുന്നത്. അപ്പൊ അന്ന് എന്താ വെച്ചാൽ കുറച്ച് വിഷനൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വെള്ളം പോലെ ആയിരുന്നു. അപ്പോൾ ലൈക്ക് എന്താണ്, ഒരു ഇന്നതേ ചെയ്യുള്ളൂ ഇങ്ങനെയാണെന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നു അതുപോലെ വരും. അതുപോലെ തന്നെ എന്നിട്ടുണ്ട് ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നില്ല, അതായത് എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് പ്രശ്നം എന്നുള്ളതല്ല, അതായത് പ്രൊജക്റ്റിലും എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ചിലരുണ്ടല്ലോ ടാസ്ക് ബേസ്ഡ് ആയിരിക്കും. ഇതങ്ങനെയൊന്നുമല്ല. ടാസ്ക് ചിലത് ചെയ്യാൻ മറന്നു കഴിഞ്ഞാലും വേറെ ഒരു 50 എണ്ണം ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്ക് മറ്റേത് പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോയി പറയണ്ട. അതെന്തേ കാര്യം എനിക്കും അറിയാം ഇവിടെ ആവും 50 പണിയുടെ ഇടയിലാവും, ഒരെണ്ണം മിസ്സായി കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്തായാലും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ കോളേജസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം വെക്കുന്ന ടൈം ഉണ്ടായിരുന്നു. അതായത് ജോബ് ഷുവർ ക്യാമ്പസിന്റെ പാർട്ടായിട്ട് എല്ലാ ക്യാമ്പസ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രോജക്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിനായിരുന്നു ശരിക്കും നമ്മൾ ഈ കൊച്ചി ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്യാമ്പസുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ഞാൻ പ്രസന്റ് ചെയ്യും, പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പകുതിയായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ശരിക്കും ആക്ടിവിറ്റി, അതായത് ഞാൻ ആ ഗ്രോത്ത് ഇങ്ങനെ കണ്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, പിന്നെ മനസ്സിലായി ഓക്കെ ഇത് ശരിയായിക്കോളും, കയറിപ്പോയിക്കോളും. അന്ന് ജോൺസ് ടെഗൈൻ ബിൽഡ് ചെയ്യാൻ നേരത്ത് ടെഗൈനിൽ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ മിഷാരെ ഇങ്ങനെ എഴുതിയ സ്റ്റേപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലാണ്. അപ്പൊ ജോൺസ് ചോദിച്ചേ, ഞാൻ ഹാർഡായിട്ട് കഷ്ടപ്പെട്ട് പിക്ക് ചെയ്തുകൊണ്ട് വന്നാണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലടാ, ഇതൊരു കാര്യം, സ്റ്റേപ്പ് ബിൽഡ് ചെയ്യാം, നമുക്ക് സ്റ്റേപ്പിനാണല്ലോ ഇപ്പൊ അതിലേക്ക് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ജോൺസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ സോബറിനെ കൊണ്ട് കൊടുത്തത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, നമ്മൾ കല്യാണം കഴിച്ചാലോ എന്ന് പറയുന്നു. എന്തിനാണ് കല്യാണം കഴിച്ചത്?
എന്തിനാ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിച്ചാ ഒരു കല്യാണം എന്തായാലും എന്തായാലും കഴിക്കണ്ടേ? കഴിക്കണം. അല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രാക്കിലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും പിന്നെ ആ ഒരു ഇപ്പൊ ഒരു മാരേജ് അങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങിയ ഒരു സമയത്ത് ഇത് വിട്ട് എന്തായാലും പോകാൻ പറ്റില്ല. ഇതാണ് നമുക്ക് ഈ കമ്പനിയിൽ നിൽക്കണം, ഈ വിഷനിൽ നിൽക്കണം, ഈ മിഷൻ പൂർത്തിയാക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് അത് എടുക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ നിൽക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് അതിന്റെ അപ്പുറത്തെ ഒരു പോയിന്റ് ഈ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന ആ പ്രൊജക്റ്റിലായതുകൊണ്ട് തന്നെ എന്റെ ആ ഗ്രോത്ത് മൊത്തം കണ്ടത് മാത്രമല്ല, ഗ്രോത്തിലേക്ക് ഒരു 95% വർക്ക് ഇട്ട ഒരാളാണ് ഞാൻ. മെന്റർ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ റീമത്താട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് ആ ഇവന്റിന് പോകണം, അതേ സമയത്ത് ഇപ്പുറത്തെ ആ പ്രൊജക്ട് എടുക്കുന്നുണ്ട്, ഇത്രയും എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു ഇതിന് പോകണം, പക്ഷെ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, നീ നോക്കിയാൽ മതി. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇടയിൽ വിട്ടുപോകും, പക്ഷെ അതാണെങ്കിലും അത് ബാലൻസ് ചെയ്യാനും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഞാൻ വന്ന് കുറച്ചായപ്പോഴത്തേനും ആ സെഷൻ ഞാൻ പബ്ലിക് സ്പീക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കുട്ടികളോട് പോയി നമ്മുടെ എക്സ്പീരിയൻസ് പറയാൻ മാത്രമായോ, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുമോ, ഇവിടെ എങ്ങനെയാണ് ഇവരോട് പറയേണ്ടത്. അപ്പൊ ഇതെല്ലാം ഞാൻ പഠിച്ചത് സോബറിന്റെ സെഷൻസ് കണ്ടിട്ടായിരുന്നു. അടുത്ത ഒരു 5 കഴിഞ്ഞപ്പോ എന്നോട് നീ സംസാരിച്ചോ എന്ന് പറഞ്ഞ് നമുക്കൊരാളൊരു ഓപ്പർച്യൂണിറ്റി തരണല്ലോ. എത്ര ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരാൾ ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെല്ലാം ഒരു മെന്ററായിട്ട് കൂടെ നിന്നതായിരുന്നു. പിന്നെ അങ്ങനെ സോബറിന് എന്തായാലും കെട്ടണമല്ലോ, ആരെങ്കിലും കെട്ടിയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് അവന്റെ മാനസികാവസ്ഥ. അപ്പൊ നിനക്കൊരു ഇൻഫാക്ച്വേഷനും ഒപ്പം എന്താണ് ഇവിടെ വിട്ട് പോവാതിരിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ്. അപ്പൊ ഇതാണ് ഒരു ഫണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്. നമ്മളിപ്പോ ടാൽഡ്രോപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയാം, ഇപ്പൊ ഞാന് അഫീനെ കല്യാണം കഴിക്കുന്ന സമയത്തും അഫി ഇതുപോലെ ആദ്യം തുടക്കത്തിൽ വന്നു, ടാൽഡ്രോപ്പിൽ വന്നു. പിന്നെ അവർ ഭയങ്കര ലെവലിൽ എന്തിട്ടുണ്ട് അഗ്രസീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇതിന്റെ സ്ട്രഗിളും ഇതിന്റെ പെയിനും എടുക്കാൻ പറ്റുന്ന ഒരാൾക്കേ നമ്മൾ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും പറ്റും. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നില്ല, കല്യാണ ആലോചനയൊക്കെ കുടുംബക്കാർ കൊണ്ടുവരുന്ന സംവിധാനമൊക്കെ എന്ന് പറഞ്ഞാൽ അത് കല്യാണമായിരിക്കും. നമ്മൾ ഈ ഇതിന്റെ അകത്ത് 100% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ 100% ഇത് പാഷനേറ്റ് ആയിട്ട് ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ആ വഴിക്കുള്ള അടികളൊക്കെ കുറയും. അതാണ് ഇതിനകത്തുള്ള സംവിധാനം. അല്ല, അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മുടെ ചെയ്യുന്ന വിഷൻ മനസ്സിലാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം അത് തന്നെയായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോ ഒരു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പാരലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമുക്കിപ്പോ ഡിഫൈൻഡ് ജോബ് എന്ന് പറയാനായിട്ട് നമുക്ക് ആർക്കും ഇല്ലല്ലോ. അതായത് ഓരോ ദിവസം ചില ദിവസം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, ഓപ്പറേഷൻസ് ആയിരിക്കും. ചില ദിവസം ഗ്രോത്ത് ആയിരിക്കും. ചില ദിവസം പബ്ലിക്കിലേക്ക് നമ്മുടെ ആ ലെവലിലേക്ക് പോകലായിരിക്കും. ചിലപ്പം ട്രാവൽ ഉണ്ടാവും ഇതിനുള്ളിൽ തന്നെ. എന്നാൽ ചില ദിവസങ്ങളിൽ എന്തായിരിക്കും, ഒരു റൂമിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കണക്ക് പാക്ഡ് ആയിരിക്കാം ദിവസങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരാൾ അപ്പോൾ എന്ത് ചെയ്തു, അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇമോഷണലി കണക്ട് ആവുക എന്നുള്ളത് അത് എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു പാർട്ട് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രൊഫഷണലി നോക്കുമ്പോ ഇത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഓക്കെ. എന്തായാലും കുറച്ച് ഇടിയൊക്കെ കിട്ടും, പക്ഷെ ഈ കുറച്ചിടി കുറയും ഈ മനസ്സിലാക്കലാണ്. അതാണ് ഇതിന്റെ കുറച്ച് നമുക്ക് അപ്പുറത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോബോട്ട് സൈഡ് ഉണ്ടല്ലോ, അതിനുള്ള ഇടിയൊക്കെ നല്ല കാര്യമായിട്ട് കിട്ടും. അത് കിട്ടും. വർക്ക് റിലേറ്റഡ് ഇടി കുറയും, അത് മതിയല്ലോ. അതാണ് പറഞ്ഞു മനസ്സിലായില്ലേ, എന്തായാലും ഇടിക്കണം, പക്ഷെ കുറച്ചിടി കുറയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. ഓക്കെ, നമ്മളൊരു യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഇപ്പൊ ടാൽഡ്രോപ്പിലേക്ക് വരുമ്പോൾ, പെൺകുട്ടികൾ ഒരുപാട് പേര് വരുമ്പോൾ ഇപ്പൊ മിഷാനയുടെ ഒരു കരിയർ അവരൊക്കെ മോഡലാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ മിഷാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റർനാഷണൽ വേദിയിൽ ഇപ്പൊ നമ്മുടെ ഖലീജ് ടൈംസിന്റെ കോൺക്ലേവില് ടാൽഡ്രോപ്പിനെ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് മുഴുവൻ അറബ് യൂണിവേഴ്സിറ്റീസും മറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണുന്നു. അപ്പൊ അവർക്ക് നമ്മുടെ വിഷൻ, നമ്മൾ എന്താണ് ടാൽഡ്രോപ്പ് കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, അപ്പൊ ഒരു 25 വയസ്സുകാര് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് അവരൊക്കെ വലിയ ലെവലിൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ അവരൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം, ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ പറയുമ്പോഴേക്ക് ടാൽഡ്രോപ്പിന് അവരൊക്കെ ഒരു കാണുന്ന രീതി ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്ത് കാണുമ്പോഴേക്ക്. അപ്പൊ മിഷാനക്ക് നമ്മുടെ ഒരു തലമുറ ഇവിടെ നിന്നൊക്കെ ഒരു അത്രയും പെൺകുട്ടികളൊക്കെ ആ ലീഡർഷിപ്പിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ തീർച്ചയായും. അതാണ് ഞാൻ എംപവർ ഹെറിന്റെ ആദ്യം തന്നെ ഗേൾസിന്റെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ്. എംപവർ ഹെർ, സഫീർ ഖാൻ ആ ഒരു വിഷൻ സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ കാര്യത്തിൽ. എന്നാലും ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ അത്ര ഒരു ഞാൻ ഒരു ഇമ്പാക്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു 1-2 കോളേജസിൽ ഡയറക്റ്റ് ഞാൻ തന്നെയാണ്, പിന്നെയാണ് ടീം സെറ്റപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മളായിട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ എല്ലാം മനസ്സിലാക്കി, എന്നിട്ട് അതൊരു സിസ്റ്റം ആക്കിയിട്ട് ടീമിനെ ഏൽപ്പിക്കുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ.
അപ്പൊ ഞാൻ അതിന് വേണ്ടി ഫസ്റ്റത്തെ 1-2 കോളേജസിൽ ഞാൻ പോയപ്പോൾ ആദ്യത്തെ നമ്മളൊരു നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു 10 പേര്. ആദ്യത്തെ കോളേജിൽ പോയി കറക്റ്റ് നമ്മളൊരു 10 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അത്രയും ഔട്ട് സ്പോക്കൺ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഫോമിൽ ഏറ്റവും ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള അത്രയും ഡ്രീംസും വിഷനും ഒക്കെ ഉള്ള അത്ര നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. രണ്ടാമത്തെ കോളേജിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഇന്റർവ്യൂ എടുത്ത് ഞാൻ തന്നെ ഒരു 20-25 പേര് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടാവും. ഞാൻ ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ തന്നെ ഒരു 15 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ സഫീർ ഖാൻ അയ്യോ ഇതിപ്പോ ഇത്രയും പേര് ഇനി നമ്മൾ 10 തന്നെ നിൽക്കുന്ന സഫീർ ഖാനെ കണ്ടെങ്കിൽ സഫീർ ഖാൻ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്താണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ. കാരണം അന്ന് എനിക്ക് റിയലൈസ് ചെയ്ത് ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള കോളേജസിലുണ്ട്, നമ്മുടെ ഓരോ നാട്ടിൻപുറത്ത് ഓരോ കോളേജിലും ഉണ്ട്. പക്ഷെ ഇവരുടെ നമ്മൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഒരു ജോബ് ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷെ അവരങ്ങനെ ഒരു ജോബിൽ നിൽക്കേണ്ടവരല്ല. ഇപ്പോ എന്നെക്കാളും എന്നെക്കാളും എന്ന് ഞാൻ പറയുന്നത് അത്രയും ടാലന്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഗേൾസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരതൊരു ഗേറ്റ് വേ ആയിട്ടായിരുന്നു ഇത് കണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിലും അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളവരുടെ വേറെ കമ്പനീസിൽ അപ്പൊ അവരിപ്പോഴും കണക്ട് ചെയ്യും. ഒരു ഭയങ്കര സ്നേഹത്തോടെയാണ് മിഷാനത്ത് ഇവിടെ ജോബ് ആയിട്ടോ, മിഷാനത്ത് ഞാൻ ഇപ്പൊ അടുത്ത് ഈ ഒരു കാര്യം ചെയ്യാൻ പോകട്ടോ, മിഷാനത്ത് ഞാൻ സ്റ്റാർട്ടപ്പും കൂടി അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ടാലന്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു കുറച്ച് MNCs അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേസ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോൾ എന്താ നമ്പർ ഇപ്രാവശ്യം കുറവാണ്, അല്ല അവർ തന്ന ഫീഡ്ബാക്ക് അങ്ങനെ ഒരു നല്ല പൂൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയി ഡയറക്റ്റ് ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത്ര അടിപൊളി ഒരു ഫിക്സ്ഡ് ഫ്രെയിം വർക്കിലേക്ക് ഈ ഡെസ്ക് ജോബ് 9 to 5 ചെയ്യണം, ഇന്ന കോടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നവരായിരിക്കും മേ ബി ഇല്ലാത്ത. പക്ഷെ കുറെ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും, അത് ഗേൾസ് ആവട്ടെ ബോയ്സ് ആവട്ടെ, ഈ ഒരു ഫാക്ടർ മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോ നമ്മുടെ കമ്പനിയിലാണെങ്കിലും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഗേൾസ് ആണ് മെയിൻ ആയിട്ട് കുറെ നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം ഹെഡ് ചെയ്യുന്നതും ഒരു മെയിൻ പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന കുറെ ഗേൾസും കുറെ വിമൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ബാക്കി പ്രോഗ്രാംസ് ആവട്ടെ, മിറർ ഹർ ആവട്ടെ, ഇതിലെല്ലാം നമ്മൾ കാണുന്ന അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമൻ കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരായിട്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നാലും നമുക്കൊരു പാത്ത് കൊടുക്കാൻ പറ്റുക, ആ പാത്തിലൂടെ അവരുടെ ലൈഫും, അത് നമ്മൾ പറയുമല്ലോ, ഒരു ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ ഒരു ഫാമിലിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതേപോലെ ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു വിമൻ ആ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു പാത്ത് കൊടുത്താൽ മതി, ആ ഒരു നാടാവട്ടെ കൺട്രി ആവട്ടെ നമുക്ക് വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇക്ക പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മിഷൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എല്ലാവരും കാണുന്ന ഒരു യങ്സ്റ്റേഴ്സ് എല്ലാവരെയും നമ്മളെല്ലാവരും ഇപ്പോൾ സഫീർ കെ സോബർ ഒക്കെ ഉൾപ്പെടെയുള്ള ബോർഡ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു യങ്സ്റ്റേഴ്സ് ഇത്രയും വലിയൊരു മിഷൻ ചെയ്യുന്നു എന്നുള്ള ഓൾറെഡി നമുക്ക് ആ ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു ഇതുണ്ടാവും. ഇപ്പൊ ഞാൻ പോയിട്ട് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു വലിയ കാര്യം വരുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നത് അറബ് കമ്മ്യൂണിറ്റി, അറബ് ലീഡേഴ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആൾക്കാരായിട്ടായിരിക്കും. ഇവർക്ക് കറക്റ്റ് ഡൈജസ്റ്റ് ആവും അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർ ഭയങ്കര ആക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അവരതൊരു ഭയങ്കര ഒരു എന്താ പറയുക, അവർക്ക് കുറച്ചുകൂടി അറ്റാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആണ് നമ്മൾ അത് സംസാരിക്കുമ്പോൾ. കാരണം അവർ ഓൾറെഡി ഈ മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഒരു ഏജ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു യങ്സ്റ്ററിന് അങ്ങനത്തെ ഒരു കാര്യം വന്ന് പറയണം, അതിന് വേണ്ടി വർക്ക് ചെയ്യാന്ന് കാണുമ്പോൾ അവർ കൂടുതൽ ഹാപ്പിയാണ്, കൂടുതൽ നമ്മൾ റിസീവ് ചെയ്യണം. അപ്പൊ ഒരിക്കലും എനിക്ക് ആ ഒരു ഏജ് ഒരു ഫാക്ടർ അതൊരു നല്ല ഫാക്ടർ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. കാരണം അത്രയും നമ്മൾ യങ്സ്റ്റേഴ്സ് ഇതിനു വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരത് നല്ലൊരു വെൽക്കമിങ് ആയിട്ടാണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്. അതെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ മാറ്റം ഇവിടെ വരണമെന്ന്. പക്ഷെ ഇറങ്ങി നിൽക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാര്യം ഇതിന്റെ റിസ്ക് എലമെന്റ്സ് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ക്യാപിറ്റൽ സോഴ്സിങ് ആവട്ടെ, ഇതിന്റെ അകത്ത് ഒരു ടീം ഇതേപോലെ നിൽക്കുന്ന സംവിധാനം ആവട്ടെ, ഈ മിഷൻസ് ഇതേപോലെ കണക്ട് ആണ്. എത്ര സ്കൂൾ ട്രസ്റ്റ് ചെയ്യണം, എത്ര കോളേജ് ട്രസ്റ്റ് ചെയ്യണം, എത്ര ഗ്രാമങ്ങൾ, എത്ര ബിൽഡിംഗ് ഓണേഴ്സ് ട്രസ്റ്റ് ചെയ്യണം. ഇത് എല്ലാം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സംവിധാനം ഒന്നല്ലല്ലോ. ഇതിന്റെ അകത്ത് ഒരുപാട് ഹാർഡ് എലമെന്റ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ അത്രയും വിശ്വസിച്ച ആളുകൾ നിൽക്കണം. പല സമയത്ത് ക്രൈസിസ് വരും, ഓപ്പറേഷണൽ ക്രൈസിസ് വരും, ഗ്രോത്ത് ക്രൈസിസ് വരും. ഇതെല്ലാം ഇപ്പൊ നമ്മുടെ ഗ്രോത്ത് അങ്ങനെ അങ്ങ് പോകുമ്പം സ്വാഭാവികമായ ഒരു ക്രൈസിസ് ഉണ്ടാവും. ഇനി അതല്ല ഓപ്പറേഷൻസ്, ഈ ഗ്രോത്തിനനുസരിച്ചിട്ട് ഈ ഓപ്പറേഷൻസ് കൊണ്ടുവരുമ്പോൾ ഈ ഓപ്പറേഷൻ ക്രൈസിസ് വരും. അപ്പൊ ഇതെല്ലാം ഒരു ടീം വിശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഒരു ഗ്രോത്ത് അൾട്ടിമേറ്റ്ലി ഉണ്ടായി വരുന്നത്. അപ്പൊ അത് ഇത്രയും വലിയ വലിയ ആളുകൾക്ക് പറ്റാതിരിക്കുമ്പോഴും കുറെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ 10 കൊല്ലായില്ലേ ഈ സാധനം ഇതേന്നും പറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയ സംഭവമുണ്ട്. സൂപ്പറിന് ഇപ്പൊ ഒരു ടെക് കരിയർ, അതായത് നമ്മളിപ്പോ ഒരു AI കാലഘട്ടമാണ്. എന്തായാലും എല്ലാ ജോബ്, ഇവിടുത്തെ ക്ലറിക്കൽ ജോബ് ഉൾപ്പെടെ എല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുക. അപ്പൊ ഒരു പുതിയ തലമുറയിൽ അവർ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുക ഒരു അഡ്വൈസ് എന്താണ്? ഫസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിഗ്രിയെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഗ്രി ഒരിക്കലും ജോലി തരില്ല എന്നും
ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്കൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പാരൻസും കുട്ടികളും വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പണി. അതായത് ഡിഗ്രി ഇവിടെ നമ്മളിപ്പോൾ 4 വർഷം ഡിഗ്രി പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഡിഗ്രി ഒരിക്കലും നമുക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഏടെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്കിപ്പോൾ എൻട്രി ലെവൽ ജോബ്സ് വേണ്ട. നമ്മളിപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് കിട്ടുക ഒന്നുകിൽ ഇന്ത്യൻ പൊസിഷനോ അല്ലെങ്കിൽ ജൂനിയർ പൊസിഷനോ, അതായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും മാക്സിമം തരാൻ പറ്റുന്നത് അതാണല്ലോ. അതിനപ്പുറത്തേക്ക് 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ജോലി എന്തായാലും തരാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ത്യൻസിന് ഇപ്പോൾ വേണ്ട. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇപ്പോൾ കഴ്സർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം AWSന്റെ കിറോ എന്നുള്ള ഒരു ടൂള് ഇറങ്ങിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിറോയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡ് എഴുതാം. നമ്മളിപ്പോൾ കഴ്സർ അതുപോലുള്ള എന്താണ് വിൻസർഫ് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ എന്താണ് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് എല്ലാം തന്നെ ബാക്ക് ചെയ്യുന്നത് ഒന്നുകിൽ ഗൂഗിളോ മൈക്രോസോഫ്റ്റോ കിറോ ഇപ്പോൾ AWS ആണ്. അപ്പോൾ ഈ കമ്പനീസ് ആണ് ഇതിനെ ബാക്ക് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഓപ്പൺ എയുടേതോ അതല്ലെങ്കിൽ ആന്ത്രോ. ഇവരെല്ലാവരും സീരിയസ് ആണ് ഡെവലപ്മെന്റ്. അതായത് ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ എങ്ങനെ ഒരു കമ്പനിയിലെ ഒരു ജോബ് റോളിനെ എങ്ങനെ റിപ്ലേസ് ചെയ്യാം, ഇതിന് പറ്റുന്ന സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ വൈ കോമ്പിനേറ്ററിന്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. അതായത് വൈ കോമ്പിനേറ്റർ ഇപ്പം അവസാനം വിളിച്ചിരിക്കുന്ന ഇനി അടുത്ത കൊഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയിലെ ഒരു ജോബ് റോൾ റിപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ സ്റ്റാർട്ടപ്പുമായിട്ട് വന്നു. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസപ്ഷനിസ്റ്റിനെ ഒഴിവാക്കാൻ പറ്റുമോ, നിങ്ങൾ വാ. നിങ്ങൾക്ക് ജൂനിയർ ഡെവലപ്പറിനെ ഒഴിവാക്കാൻ പറ്റുമോ, നിങ്ങൾ വന്നോ. നിങ്ങൾക്ക് ഡോക്ടറിനെ ഒഴിവാക്കാൻ പറ്റുമോ, നിങ്ങൾ വന്നോ. അതായത് ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ്. അതായത് ഒരു എംപ്ലോയിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതാണല്ലോ ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലിലേക്ക് പോകുമ്പോൾ എൻട്രി ലെവൽ ജോബ്സ് ഇനി എന്തായാലും ഉണ്ടാവില്ല. സീനിയേഴ്സ്, അതായത് നമുക്കിനി എന്ത് വേണ്ട, പ്രൊജക്ട് മാനേജേഴ്സ് വേണ്ട, നമുക്ക് പ്രൊഡക്ട് മാനേജേഴ്സും ടെക് ലീഡ്സും. അതായത് ഇപ്പോൾ സ്റ്റേപ്പിന്റെ ടീം തന്നെ നമ്മുടെ അന്ന് പറഞ്ഞിരുന്ന വലിയ ടീമിൽ നിന്ന് നമ്മൾ ഭയങ്കര ചെറിയ ടീമിലേക്ക് കൊണ്ടുവന്നത്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു ഡെവലപ്പറും ഒരു ടൂളിന്റെ $20 $40 സബ്സ്ക്രിപ്ഷനും മതി. അതായത് 4000 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു നോർമൽ ഒരു ഡെവലപ്പർ എന്ത് ചെയ്യാണ്, ടീം ലീഡിന്റെ കപ്പാസിറ്റിയിലേക്ക് വളരെയാണ്. കാര്യം അതാ നോളജ് ആണല്ലോ ബേസിക്കലി നോക്കുന്നത്. അവന്റെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് എന്ത് ചെയ്യും, ChatGPT വർക്ക് ചെയ്യുന്നു, അവന്റെ ആക്ഷൻസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജോബ്സിന്റെ എണ്ണം ഇനിയും കുറയും. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു 4 വർഷം, അതായത് ഇന്നിപ്പോ ഡിഗ്രി തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ അവന്റെ കരിയർ ഉണ്ടാവുക. ആ സമയത്ത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു AI ക്രിയേറ്റ് ചെയ്യുന്ന ആളാവാം, അതല്ലെങ്കിൽ AI ഉപയോഗിക്കുന്ന ആളായിട്ട് മാറാം. ഈ ഉപയോഗിക്കുന്ന ആളിന്റെ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത്, അതായത് മാക്സിമം പോയ ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. അതായത് ഫണ്ടമെന്റൽസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലംസ് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. അതായത് ടെക്നോളജി ഇതുവരെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ദാസേട്ടന്റെ ചായക്കടയിൽ ടെക്നോളജി വന്നിട്ടില്ല. പക്ഷേ AI ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാം, ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ദാസേട്ടന്റെ ചായക്കടയെ ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മുന്നേ ദാസേട്ടൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം. അപ്പൊ ഇത്രത്തോളം സിമ്പിളായി AI മാറി. അതായത് ഞാൻ എക്സാമ്പിൾ, അതായത് ഇതുവരെ നമ്മൾ ടെക്നോളജിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ലാത്ത ഏരിയകളിൽ ടെക്നോളജി എത്തിപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൂടുന്നതാണ്. പക്ഷെ അവരെന്താവണം, കൺസ്യൂമർ മാറിയിട്ട് ക്രിയേറ്ററിലേക്ക്. അതായത് കോളേജ് പഠനം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പഠനമായി കഴിഞ്ഞാലും അത് ക്രിയേറ്റർ ആവാനുള്ള പഠനമായിരിക്കണം. അതെ. ഇപ്പൊ സ്റ്റേപ്പ് കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെ എന്ന് പറഞ്ഞാല്, സ്റ്റേപ്പ് വളരെ ചെറുതല്ലേ. ഇപ്പൊ 10 വയസ്സുള്ള കുട്ടിയെ കോഡിംഗ് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് AIയുടെ കാലഘട്ടത്തിൽ വെബ്സൈറ്റ് ഒക്കെ എന്തിനാണ്. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, സ്റ്റേപ്പ് കോഡിംഗ് പഠിപ്പിക്കണം 10 വയസ്സിലാണ് കോഡിംഗ് പഠിപ്പിക്കുന്നത്, 23ാം വയസ്സിലല്ല. ഈ മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ AI ടൂൾസും AI വേൾഡും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അവിടെയാണ് 19 വയസ്സാകുമ്പോൾ IoT സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. 10 വയസ്സ് 11 വയസ്സിൽ നമ്മൾ ഈ കോഡ് പഠിപ്പിച്ചത് കൊണ്ടാണ് 19ാം വയസ്സിൽ അവൻ എന്ത് ചെയ്തത്, അവൻ IoT സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. എന്ന് പറയുമ്പോൾ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാകണം. അതല്ലാണ്ട് കുറച്ച് കോഡ് എഴുതി കുറച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കാം, സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം എന്നല്ല. ഞാൻ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഈ ടൂൾസുകൾ, എനിക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് പ്രോബ്ലമാണ് സമൂഹത്തിന്റെ സോൾവ് ചെയ്യണം, എനിക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ കർഷകരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം. അപ്പൊ റിയൽ വേൾഡ് AI, റിയൽ വേൾഡ് റോബോട്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. കീടനാശിനി അടിക്കാണ്ട് കൃഷി ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കണം ഇവർ ആലോചിക്കേണ്ടത്. നല്ല ഫുഡ് പ്രൊഡക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവർ ആലോചിക്കുന്നത്. സസ്യങ്ങളെക്കുറിച്ചും ആ സസ്യങ്ങളുടെ ഘടനയെക്കുറിച്ചും ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണ് വെച്ച് കൊടുക്കാൻ ഇവർ ഡോക്ടർ ആവണം, ഈ എഞ്ചിനീയർ ഡോക്ടർ ആവണം.
ഈ സയന്റിസ്റ്റ് ഡോക്ടർ ആവണം. അപ്പൊ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊരു 10 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിച്ചു പോവുകയാണ്. അതായത് ടെക്നോളജിയിൽ അഗ്രഗണ്യനായ ഒരു ഡോക്ടറിനെ ഉണ്ടാക്കാനാണ് 10 വയസ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ ടെക്നോളജി എന്ന് പറയുന്നതും AI, റോബോട്ടിക്സ്, മെറ്റാവേഴ്സ്, AR, VR, 3D പ്രിന്റിംഗ് എന്നൊക്കെ പറയുന്ന ഈ അഡ്വാൻസ് ടെക്നോളജീസ് അറിയാവുന്ന ഓരോരോ മേഖലകളിൽ വരുമ്പോഴാണ് പുതിയ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആവുന്നത്. പുതിയ ട്രാവലിന് മനുഷ്യന്റെ നെസസിറ്റീസിനുള്ള സാധ്യതകൾ മാറും. ഇപ്പൊ ടെലിഫോൺ ബൂത്തിൽ നിന്ന്, ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വരുന്നത് പോലെ ഇങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വരണം. കുടിവെള്ളം ഇല്ലേ? എന്താ പ്രശ്നം? കുടിവെള്ളത്തിന് എന്താ പ്രശ്നം? ഭൂമിക്കടിയിൽ വെള്ളമുണ്ട്, റെയിൻ വാട്ടർ കിട്ടുന്നുണ്ട്. ഈ ഇപ്പം കടൽ വെള്ളത്തിന്റെ സംഭവം ഇവിടെ ഡീപ് ടെക്നോളജീസ് കൊണ്ടുവന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ഓക്കെ, വെബ്സൈറ്റ് ഉണ്ടാക്കാനല്ല, തുടങ്ങുമ്പോൾ ABCD തന്നെ പഠിക്കണ്ടേ, ഈ തന്നെ പഠിക്കണ്ടേ, അതുപോലെ കോഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. കോഡിംഗ് ഒരിക്കലും കോഡിംഗ് ഡ്രൈവിംഗ് പോലെയാണ്. കോഡിംഗ് നമുക്കുള്ള ആവശ്യത്തിന്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇനി അടുത്ത കോഡിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്ലെയിൻ ഇംഗ്ലീഷ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഡീപ്പ് ലെവലിലേക്ക്, അതെപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷേ നമുക്കൊരു ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി എന്താണ് അടിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, AI എന്തോ തന്നു, നമുക്ക് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളെ നമ്മൾ കോഡിംഗ് പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഇവൻ എന്ത് ചെയ്യാം, ഇത് ട്വീക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവർക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ കൂടുതൽ അവർക്ക് എക്സ്പേർട്ട് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, കോഡിംഗ് എന്തായാലും പഠിക്കും. അതുപോലെ തന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ AI ആണ്. അതായത് റോബോട്ടും AIയും കൂടെ മീറ്റ് ചെയ്യണ ഒരു സ്പോട്ട്, അതായത് എന്തിരൻ സ്പോട്ടാണ്. അതായത് എന്തിരൻ സ്പോട്ടിൽ വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ ആദ്യം ജോലി പോയി നമ്മൾ എല്ലായ്പ്പോഴും വിചാരിച്ച റോബോട്ട് വരും, എന്ത് ചെയ്യും, നമ്മുടെ ബ്ലൂ കോളർ ജോബുകളെല്ലാം പോകുമെന്ന് വിചാരിച്ചു. AI വന്നു, വൈറ്റ് കോളർ ജോബുകളെല്ലാം പോയി. അതാണ് സംഭവിച്ചത്. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ AIയും ഈ റോബോട്ടിക്സും. ഇപ്പൊ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് അങ്ങനെയാണ് പോകുന്നത്. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ടെസ്ല ലെവലിലൊക്കെ വളരെ കുറച്ച് എത്തിയിട്ടുള്ളൂ. ഇപ്പൊ AI ഇങ്ങനെ, അതായത് ഈ ഒരു ആർക്കിടെക്ചർ, അതായത് നമുക്ക് ജനറേറ്റീവ് AI വന്നതോട് കൂടിയിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇനി അങ്ങ് ഒരുമിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് യന്ത്രനാവുന്നത്. ഈ യന്ത്രന്റെ കാലഘട്ടത്തിൽ ഓരോ ജോബിനും ഇപ്പൊ അടുക്കളയിൽ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ChatGPT ഇപ്പൊ നമുക്കറിയാലോ, ഒരു സംഭവം എങ്ങനെയാ കുക്ക് ചെയ്യേണ്ടത്, എത്ര മിനിറ്റ്, ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഒരു റോബോട്ടിക് ആമും ഉണ്ട്. ഈ ആം ഇത് പിക്ക് ചെയ്യുന്നു, ഇത് അവിടെ വെക്കുന്നു, ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ബോക്സ് ഇരിപ്പുണ്ട്, ആ ബോക്സ് പോയി എടുക്കുന്നു, ഇതിനകത്തേക്ക് അത്രയും എമൗണ്ട് അളക്കുന്നു, അതവിടെ ഇടുന്നു, ഇത് എത്ര എമൗണ്ട് ആണെന്ന് അളക്കാനാണ്, എല്ലാം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇവരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ചാൽ മതി. ഒരുമിക്കാൻ ഒരു മാക്സിമം ഒരു 4-5 വർഷത്തിനും കൊണ്ട് നമ്മുടെ കിച്ചണിൽ ഒരു റോബോട്ടിക് ആം വന്നിരിക്കും. ഈ ആം ആയിരിക്കും ഇനി എല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഫാക്ടറികളിലേക്ക്, അതായത് കുറച്ചും കൂടി എന്താണ് ഇൻസ്ട്രക്ഷൻ ബേസ്ഡിൽ നിന്ന് മാറി ജനറൽ പർപ്പസ് റോബോട്ടിക്സിലേക്ക് എത്തുന്നുണ്ട് AIയുടെ സഹായത്തോടെ. ഈ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇനി പഠിച്ചിറങ്ങുന്നത്. അതെ, നമ്മളൊരു കൺസ്യൂമേഴ്സ് ആകാൻ ഈ ടൂൾസ് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. നമ്മൾ ക്രിയേറ്റർ ആകണമെങ്കിൽ നമ്മളും പോകണം. ഇതെങ്ങനെയാണ് ഈ ChatGPT ഉണ്ടാക്കിയേക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകണം. മാത്രമല്ല, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാക്കണം. 2030 എന്തായിരിക്കും ഈ ലോകം, 2035 എന്തായിരിക്കും, 2040 എന്തായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം. അതല്ലാണ്ട് ഇപ്പോഴത്തെ സാധ്യത ഇതാണെങ്കിൽ പിന്നെ ഇനി ഇതിലേക്ക് അങ്ങ് പോകാം. നമ്മൾ അങ്ങനെയാണല്ലോ, AC മെക്കാനിക്കാണ് സാധ്യത എങ്കിൽ പിന്നെ അതിലങ്ങ് പോകും. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ് ഡേറ്റാ സയൻസ് ആണെങ്കിൽ പിന്നെ അതിലങ്ങ് പോകും. അതെ, ഇനിയിപ്പോ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമായിരിക്കും ഉണ്ടാവുക. മുന്നേ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ടീച്ചർ, അവരുടെ ഒരു 24 വയസ്സൊക്കെ ആകുമ്പോൾ ടീച്ചറായിട്ട് കയറിയാൽ പിന്നെ ഒരു 55 to 60 വർഷം, അത്രയും നാള് ആള് ടീച്ചർ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ടീച്ചർ വേണ്ട, നോളജിന് കുട്ടികൾക്ക് ChatGPT ഉണ്ട്. ടീച്ചറിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടത് മെന്റേഴ്സ് ആണ്. മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, അവരുടെ മെന്റർഷിപ്പാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമുക്കൊരു സിലബസ് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ എക്സാം നോക്കുന്ന ആളുകളെ അല്ല. അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടൊരു ഭയങ്കര വലിയൊരു ഷിഫ്റ്റ് ആണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ ഇപ്പോഴേ തന്നെ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി തയ്യാറെടുപ്പിക്കുകയും വേണം. അതെ, നമ്മളിപ്പോ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 2035 എന്ന് പറയുന്നതാണ് ഒരു കുട്ടി ഇപ്പൊ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കാണ്, ഒരു 10ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് 15 വയസ്സായി. ആ കുട്ടിയുടെ 7 വർഷം കഴിഞ്ഞിട്ട്, ഒരു 8 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ജോബിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴേക്ക് 2033. അപ്പൊ 2033 എന്ത് എന്ന് ഈ കുട്ടിക്ക് ആരിപ്പോ പറഞ്ഞു കൊടുക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മളിപ്പം പഴയ സിലബസ് ആണ്, പണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാധ്യത അറിയുന്നുണ്ട്. പക്ഷെ ഒരു 8 വർഷങ്ങൾക്കപ്പുറം എന്തായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ സത്യത്തിൽ AI എന്ന് പറയുന്നത് ഇപ്പോഴാണ്. AI എത്ര വർഷം തുടങ്ങിയതാണ്? 10-12 വർഷം മുമ്പ് വളരെയധികം ഡീപ്പായിട്ട് Mature ആയിട്ടുണ്ടായിരുന്നു, അതെ. മെച്ചുവർ ആയിട്ട് AI ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് അറിയാത്തത്?
നമുക്ക് എന്തുകൊണ്ട് അത് സിലബസിൽ വരാത്തത്, നമ്മൾ എന്തുകൊണ്ട് അത് പ്രിപ്പയർ ആകാത്ത, അവിടെയാണ് നമ്മൾ ഏറ്റവും എപ്പോഴും പുറകിലായി പോകുന്നത്. പിന്നെ വേൾഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ കണ്ണടച്ചിരുട്ടാക്കി ഇരിക്കുന്ന കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ് എത്രയൊക്കെ മാറ്റം വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന്റെ സംവിധാനം. കാര്യം കുറേ രാജ്യക്കാരുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്ന. ഇന്ത്യ മാത്രമല്ല, ഒരുപാട് രാജ്യക്കാർ ഇങ്ങനെ എന്തിട്ടുണ്ട്, ഒന്നും അഡ്വാൻസ്ഡ് അല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവരുടേതായ ലോകമുണ്ട്. നമ്മൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ആ പല രാജ്യങ്ങളിലും ചിലയിടത്ത് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരും ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോകണം. പക്ഷെ ഇതെങ്ങനെയല്ല, അഡ്വാൻസ്ഡ് ആയിട്ടൊരു സൊസൈറ്റിക്ക് അവിടെ വരാൻ വേണ്ടി ഈ പറയുന്നത് ഒരു യൂത്ത് എന്ത് ചെയ്യണം, ഇതൊക്കെ ഇറങ്ങി എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. റിസോഴ്സ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ആഹാരമില്ല എന്ന് പറയുമ്പോൾ ഒരു ബ്രെഡ് പ്രൊഡക്ഷന് ഏറ്റവും മിനിമൽ എമൗണ്ടിൽ അത് ബ്രെഡ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എനർജി ആണെങ്കിലും എനർജി അതിനനുസരിച്ചിട്ട് വാട്ടറും എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഒരു ഓട്ടോമേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പട്ടിണി എന്നുള്ളൊരു സംവിധാനം വേൾഡിൽ ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആയി. ഇപ്പൊ നമ്മൾ ജിമെയിലിൽ മെയിൽ അയക്കുന്നത് ഫ്രീ അല്ലേ എന്ന് പറയുന്നത് ബ്രെഡ് ഫ്രീ ആക്കാൻ പറ്റും. എന്താണ് ബ്രെഡ് ഫ്രീ കൊടുത്തിട്ട് ജിമെയിൽ നമുക്ക് എന്താണ് സ്റ്റോറേജ് കൂടുമ്പോൾ പേയ്മെന്റ് വാങ്ങൂലേ? അപ്പൊ നല്ല കുറച്ച് മധുരമുള്ള ബ്രെഡ് ആകുമ്പോൾ പേയ്മെന്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് ഫ്രീ കൊടുക്കാൻ പറ്റും. അതെ അതെ അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം, മാസ് പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ ടെക്നോളജി ഡീപ്പായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എനർജി ഒരു സസ്റ്റൈനബിൾ എനർജി സംവിധാനങ്ങൾ, റീയൂസബിൾ എനർജി കോൺസെപ്റ്റ് വരണം. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. ഇതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2035 വേൾഡ് സ്വർഗ്ഗമാവും. എന്തായാലും ഞാൻ പറയാം, നമ്മൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കൂലേ, അതെ നാളെ സൂര്യൻ ഉദിക്കുകയും ചെയ്യും, സൂര്യൻ അസ്തമിക്കും, മറ്റന്നാൾ ഉദിക്കും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് വരണമെങ്കിൽ, ഒരു മാറ്റം ഈ സമൂഹത്തിൽ വരണമെങ്കിൽ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന, അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറ വരണം. അപ്പൊ സ്റ്റേപ്പ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത്, സ്റ്റേപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആർമി, ആ പ്രെഡിക്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സംവിധാനം. അല്ലാണ്ട് കുട്ടികൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം അല്ല സ്റ്റേപ്പ്. പക്ഷെ 10 വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കുട്ടി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. എന്തിനാണ്, മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചെടുക്കുന്നത്. ABCD ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇനി അവർ അടുത്ത സംഭവം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം. ഇവൻ ഇങ്ങനെ ചിന്തിച്ച് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് പോകണം. മനസ്സിലായില്ലേ? അവൻ എന്ത് ചെയ്യണം, പുതിയ വിമാനം ഉണ്ടാക്കണം, പുതിയ ഹൈപ്പർ ലൂപ്പിന്റെ പുതിയ ടെക്നോളജി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ ബേസ് എന്ത് തന്നെയാണ്, മെഷീൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് സംവിധാനം. അപ്പം നമുക്കൊരു വർഷം ഒരു 2 ലക്ഷം പേരെ വീതം സ്റ്റേപ്പ് കേരളത്തിൽ നിന്ന് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വർഷം മുതൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ഇലോൺ മസ്കിനെ കിട്ടിയാൽ മതി നമുക്ക്. തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മാസമായിട്ട് ഇത്രയും പേരിൽ ചെയ്യുമ്പോഴും ഇത്രയും പേർക്ക് ആ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോഴാണ് ഒരു തലയ്ക്കകത്ത്, ആ തല ഏത് നമുക്കറിയില്ല, ആ തലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ പണിമൊത്ത് എടുക്കുന്നത്. 1% ആണ് നമ്മുടെ കൺവേർഷൻ. ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ലോകത്തിലുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കും ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ അതിന്റെ ആ പ്രോസസ്സിനെ, കുട്ടികളോടൊപ്പം നിന്ന് ആ പ്രോസസ്സ് അവരെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ 1000-ൽ ഒരു കുട്ടി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കും. നമുക്കും ഒരു ഇലോൺ മസ്കേ ഉള്ളൂ, നമുക്ക് ഒരു ജെഫ് ബെസോസേ ഉള്ളൂ, നമുക്ക് എന്നാൽ എല്ലാം ഒന്ന് വെച്ച് ഒരു ബിൽ ഗേറ്റ്സ് അല്ലേ ഉള്ളൂ. അതായത് എത്രയോ ലക്ഷം കുട്ടികൾ അവരോടൊപ്പം ഇരുന്ന് പഠിച്ചു. നമുക്ക് ആകെ കിട്ടിയെന്താണ്, ഒരു സക്കർബർഗിനെ അല്ലേ. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നമ്മൾ ഒരു 1000 എടുത്താൽ ഉണ്ടാവും തീർച്ചയായിട്ടും. ആ ഒരാൾ എന്ത് ചെയ്തോളും, ഈ 1000 പേർക്ക് വേണ്ടിയിട്ടുള്ള ജോലിയും ക്രിയേറ്റ് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്ത് കൊടുത്തോളും. ഇതുപോലെ അതായത് എല്ലാ കുട്ടിയും ഓൺടർപ്രണർ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 1000-ൽ 1 വീതം ആയിട്ടില്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. നമുക്ക് ശരിക്ക് ഈ 1000 പേരെ ട്രെയിൻ ചെയ്താലേ ഒരാളെ നമുക്ക് ഓൺടർപ്രണർ ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ഒരാളിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ഓൺടർപ്രണർ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് പേരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് 2035 എന്തായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയോട് വരണം. 2035 എന്തായിരിക്കും വേൾഡിന് വേണ്ടത്, ആ വേൾഡിന് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് ആലോചിച്ച് അത് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആളുകൾ വേണം. അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നത്. കാര്യം വേൾഡിന് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. വേൾഡ് ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഇൻവെന്റ് ചെയ്യാൻ വേണ്ട ആളുകൾ അവർക്ക് വേണം. അത് ഇൻവെന്റ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ആഫ്രിക്കയിലെ ഒരു ഗ്രാമം, അവർക്ക് കുടിവെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഡിവൈസ് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ഡിവൈസ് കൊണ്ട് ഒരിടത്ത് വെച്ച് കൊടുക്കലായിരിക്കാം ചെയ്യുന്നത്. ആ ഡിവൈസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
അവർക്ക് വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. അത് ഭൂമിക്കടിയിൽ നിന്നുള്ള വെള്ളമാകാം, അന്തരീക്ഷത്തിൽ നിന്നുള്ള വെള്ളമാകാം, അല്ലെങ്കിൽ റെയിൻ വാട്ടർ കിട്ടുന്ന സംവിധാനങ്ങളാകാം. ഇതൊക്കെ കമ്പൈൻ ചെയ്യുന്ന പുതിയ പുതിയ ഡിവൈസുകൾ, അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഡിവൈസസ്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി, തൊഴിലും ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ഉണ്ടാക്കുന്ന തൊഴിലും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഒരു സമൂഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ ഇവിടെ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ക്യാഷ് ഇവരിലേക്ക് എത്തിക്കണം. അപ്പൊ എന്താ വേണ്ടത്, അവർക്ക് ആ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്, ഈ പൈസ ഇല്ലാത്തവരായിരിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യണത്, അവിടെ നിന്ന് ക്യാഷ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് വേൾഡ് 193 രാജ്യങ്ങൾ എന്താണ് എന്ന് കാണുന്ന ഒരു തലമുറ. ഈ 193 രാജ്യങ്ങളുടെ ഓരോ രാജ്യങ്ങളുടെയും അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, അവരുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതൊക്കെ ആലോചിക്കുന്ന ഒരു തലമുറയ്ക്ക് എന്ത് സംഭവിക്കും, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിക്കൊടുക്കുന്നത് ഈ ടാലന്റുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ടാലന്റുകൾ വന്നിട്ട് എന്താണ്, ഈ ഇന്നോവേഷൻസിനെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പൊ അവിടെയാണ് സിലിക്കൺ വാലി മിഷൻ പൂർണ്ണമാവുന്നത്. അപ്പം വേൾഡിന്റെ എന്തായിരിക്കും, വേൾഡ് എല്ലാവരും പറയണം, ആ കേരളക്കാർ ചെയ്തു തന്ന സംഭവം ഉള്ളത് കൊണ്ട് ഈ സംഭവം റെഡിയായി. ഇന്നിപ്പോ അമേരിക്കക്കാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കാലിഫോർണിയനെ പറ്റി പറയുമ്പോൾ ലോകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് വരുന്ന അവിടെയാണ്. അങ്ങനെ ഏത് രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും കേരളത്തിലേക്ക് ഉറ്റുനോക്കണം. പുതിയൊരു സംഭവം വന്നു, ഇപ്പൊ പുതിയൊരു വൈറസ് വന്നു, സൊല്യൂഷൻ എവിടെ നിന്നുണ്ടാവണം, കേരളത്തിൽ നിന്നുണ്ടാവണം. കാരണം കേരളത്തിലെ ടാലന്റുകൾ അമ്മാതിരി കപ്പാസിറ്റി ഉള്ള ടാലന്റുകളായിരിക്കണം. വേൾഡിന് എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, പുതിയ ഫ്ലൈറ്റ് വേണോ, പ്രോബ്ലംസ് വന്നാൽ മതി. അപ്പൊ നമ്മുടെ അൽഗോരിതം ലാബ് എന്ത് ചെയ്യണം, ഇങ്ങനെ റിസർച്ച് പേപ്പേഴ്സ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. തിയററ്റിക്കലി ഓരോ സംവിധാനങ്ങൾ പ്രൂവ് ചെയ്യണം. ഓരോ സംവിധാനം തിയററ്റിക്കലി പ്രൂവ് ചെയ്താൽ അടുത്ത ലാബ് എന്ത് ചെയ്യണം, അത് പ്രൊഡക്ഷനിലേക്ക് അത് എന്ത് ചെയ്യണം, വരണം. ആറാണ്ടി അത് പ്രൊഡക്ഷനിലേക്ക് വരണം, വേൾഡിലേക്ക് അത് വരണം. അങ്ങനെ ഡീപ് ടെക് സൊല്യൂഷൻസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ജോബ് പോവും എന്ന് പേടിച്ച് ഇവിടെ ഇരിക്കല്, വരാതിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കലല്ല. എന്തൊക്കെയാണോ ഇന്ന് വേൾഡിൽ നമുക്കുള്ളത് അതിനെ മുഴുവൻ ഉപയോഗിച്ച് മാക്സിമം ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം. അപ്പൊ അങ്ങനെ ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവ് ടാൽഡ്രോപ്പ്. അപ്പൊ ആ ടാൽഡ്രോപ്പിന് തുടങ്ങാൻ എന്താണ് 2015 17-ാം വയസ്സിൽ ജോയിൻ ചെയ്ത സോബർ, 2021 ക്രൈസ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്ത മിഷാന. അപ്പൊ നമ്മളിപ്പോ ഒരു വലിയൊരു ആശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരുപാട് ആളുകൾ ഇൻസ്പയർ ആകണം ഇതിൻ്റെ അകത്ത്, അവര് നമുക്കൊപ്പം ചേരണം. അതാണ് ടാലന്റുകൾ റോപ്പ് ചെയ്യപ്പെടണം. ഈ ടാൽറോപ്പിംഗ് പ്രോസസ്സ് ഒരു 1000-ലധികം ടീം മെമ്പേഴ്സ് നമ്മുടെ ഈ ഒരു മിഷൻ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. കൂടുതൽ പേരെ ടാൽറോപ്പ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഇന്റർനാഷണലി വലിയ ലെവലിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർക്ക് നമ്മുടെ ഒരു ഇന്റർനാഷണൽ പ്ലാൻ ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയും മിഷാന? നമ്മുടെ ഇന്റർനാഷണൽ 193 നമ്മളിപ്പോൾ ഇന്ത്യ ഒഴിച്ച് 192 കൺട്രീസിലേക്കുള്ള നമ്മുടെ എക്സ്പാൻഷനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മേജർ ഹബ്ബായിട്ട് വെച്ചിട്ടുള്ള ദുബായാണ്. നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ഓഫീസ് വന്നത് ദുബായിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത്, കാരണം ഒരു ഗ്ലോബൽ ഹബ്ബാണ്, എവിടേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്ര ഒരു സപ്പോർട്ടീവ് ഇക്കോസിസ്റ്റം ഉള്ള കൺട്രിയും കൂടിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി കൺട്രീസിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു GCC ടീം നമുക്കിപ്പോൾ ഡിപ്ലോയ് ആവുന്നുണ്ട്. ഓൾറെഡി ദുബായ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കൺട്രീസിലുള്ള നമ്മുടെ ആ ഒരു കണക്ഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ സ്ട്രോങ് ആയിട്ട്, അത് ഇപ്പോഴും അല്ല, 2015 തൊട്ടല്ലേ 2020 തൊട്ടിട്ടേ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സ്ട്രോങ് GCC ടീം അങ്ങോട്ട് ഓരോ GCC കൺട്രീസിലേക്കും ഡിപ്ലോയ് ആവുന്നുണ്ട്. നമ്മുടെ ഓഫീസ് അങ്ങോട്ട് വരും. പിന്നെ നമ്മുടെ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ്റെ ഒരു മെയിൻ പാർട്ട് എന്നുള്ളത് നമുക്ക് ഒരു സ്ട്രോങ് മീഡിയ പാർട്ട്ണർ ആ ഒരു കൺട്രിയിൽ വരാന്നുള്ളത്. അപ്പോൾ നമ്മുടെ കലീഷ് ടൈംസിൻ്റെ ഇവന്റ്, കാരണം നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളത്, നമ്മൾ അവിടെ ഒരു ആക്ടിവിറ്റി ചെയ്തതും പിന്നെ നമ്മൾ ആ ഒരു മീഡിയ പാർട്ട്ണർ ചെയ്ത് നമ്മൾ കുറേ അധികം ആൾക്കാരിലേക്കും, അതും കുറേ അധികം ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ല റെസ്പോൺസ് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ത്രൂ തന്നെ നമുക്ക് കുറേ കൺട്രീസിലേക്കുള്ള കണക്ഷൻസും ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് നടക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ UK-ലേക്കും US-ലേക്കുള്ള എക്സ്പാൻഷൻസ് നമുക്ക് ഓൾറെഡി അവിടെയും നമ്മളൊരു സ്ട്രോങ് ടീമിനെ സെറ്റപ്പ് ചെയ്തു. ഓൾസോ നമ്മുടെ സ്റ്റുഡൻറ്റ് വിങ്, ഇപ്പം നമുക്ക് ടിസാപ്പ് എന്ന് പറഞ്ഞ ടാൽറോപ്പ് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് അംബാസഡർ പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാം ത്രൂ തന്നെ നമ്മൾ ബാക്കി കൺട്രീസിലേക്കുള്ള എക്സ്പാൻഷനും ഇതും പാരലലി നടക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് സുഡാൻ പോലത്തെ കൺട്രീസിലേക്കുള്ള ഒരു മിഷൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു മിഷൻ കൂടി. അപ്പം നമ്മളൊരു ഡെവലപ്പിംഗ്
ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള ഒരു 3 നമ്മൾ സെഗ്മെന്റ് ചെയ്ത് അതിന് ഓരോ സ്ട്രാറ്റജീസ് ആയിട്ട് മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കൺട്രീസിൽ ഇതെല്ലാം പാരലലി തന്നെയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കൊരു ഇന്റർനാഷണൽ ടെക് ടാലൻസിന് ഉണ്ടാക്കിയെടുക്കലാണ് സോബറിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ മിഷാന ഇതിനു വേണ്ടി ലോകരാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എനാബിൾ ചെയ്യുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വേൾഡിൽ നിന്ന് നമുക്ക് ലാർജ് അസറ്റ്സുകൾ മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന ടാലൻസ്. അപ്പൊ കേരളത്തിൽ നിന്ന് നമുക്ക് ടാലൻസ് വേണം, ഇന്ത്യയിൽ നമുക്ക് ടാലൻസ് വേണം, വേൾഡിൽ നിന്നൊരു ടാലൻസ് വേണം. ഈ ടെക്നോളജി ഉണ്ടാക്കാൻ കഴിയുന്ന ടാലൻസിന്റെ ഒരു ഹണ്ടാണ് ഇപ്പോൾ സോബർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേപ്പ് ഓരോ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതെ. അപ്പോൾ സ്റ്റേപ്പ് ഇപ്പോൾ യു എയിലാണ് നമ്മളിപ്പോൾ അടുത്ത എക്സ്പാൻഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ യു എയിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ്, അറബിക് ലാംഗ്വേജിലേക്കും അതുപോലെ തന്നെ എ റോബോട്ടിക്സ്. ഇപ്പം യു എയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി തന്നെ എ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി, അവരുടെ സിലബസിലേക്ക് തന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് അക്കാഡമിക് ഇയറിലേക്ക് ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ അവർക്ക് അവിടെ വെക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ വെക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ക്യാമ്പസുകളിലേക്ക് കയറുകയാണ്. അപ്പം ഇത്തരത്തിൽ കുട്ടികളെ അവിടെയും നമുക്ക് ചെറിയ കുട്ടികളെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് വരും. പിന്നെ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ പ്രത്യേകിച്ച് യു എ പോലുള്ള കൺട്രീസിന്റെ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു സൊല്യൂഷൻ അവർ കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് ആണ്. അവർ ടെക്നോളജി പർച്ചേസ് ചെയ്യുന്നവരാണ് കൂടുതലും. അവിടെ ഇൻവെന്റ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ഈസി എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം ഈ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ യു എയുടെ കേസിൽ നമ്മൾ HCT ക്യാമ്പസിന്റെ ചെയർമാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം 99% എമിറാത്തീസ് ഉള്ള ക്യാമ്പസാണ് HCT. പക്ഷേ അവിടെ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇൻവെൻഷൻസിന്റെ ആവശ്യമില്ല. അവർക്കിപ്പോൾ ബുഗാട്ടി വേണോ, പർച്ചേസ് ചെയ്യാം. അവർക്കിനി എന്താണോ ഇന്നത്തെ ടോപ്പ് ഓഫ് ദി ലൈൻ ടെക്നോളജി അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് പവർ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇൻവെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെ ഏറ്റവും കൂടുതൽ സർവീസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളാണ് അവിടെ റൺ ആവുന്നത്. കാരണം അവിടെ ഇപ്പം 10 മിനിറ്റിൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 മിനിറ്റിൽ ഡെലിവറി നടന്നിരിക്കും. അതായത് നമ്മളെ കുറച്ചും കൂടി മടിയന്മാരാക്കുന്ന തരത്തിലുള്ള ഇൻവെൻഷൻസ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കുട്ടികളെ മുതലേ തന്നെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ UAE അതല്ലെങ്കിൽ GCC കൺട്രീസിലേക്കുള്ള ഇനിഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. കാര്യം ഇവർക്ക് നമ്മുടെ മാൻ പവറും സർവീസും കൊടുത്ത് അവരുടെ ക്യാപിറ്റൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവരിപ്പോ ഇപ്പൊ സൗദി അറേബ്യ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ UAE ആയിക്കഴിഞ്ഞാലും ഒക്കെ ഇപ്പം അബുദാബിക്കൊക്കെ എന്താണ് ഓയിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവരുടെ ആ ഒരു ക്യാപിറ്റലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൊണ്ടുവരാൻ പറ്റണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട ടാലൻസ് എല്ലാ രാജ്യങ്ങളിലും വേണം. അത് നമ്മൾ ഒരു വേൾഡ് കാര്യം ഈ ഗ്ലോബൽ എക്കോണമി, ഗ്ലോബൽ സിറ്റീസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഒരു സ്ഥലത്തേക്ക് മാത്രം ലിമിറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇനി ആർക്കും വളരാനൊന്നും പറ്റില്ല. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാലന്റ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരത്തുള്ളൂ. ഇപ്പം ഇന്ത്യയുടെ ടാലൻസ് വെച്ചിട്ടാണല്ലോ ഗൂഗിളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടാലന്റ് വേണം. എന്തായാലും നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് എനിക്കൊപ്പം 2 പേര് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു ജേർണിയും നമ്മൾക്ക് പുതിയ വരുന്ന ഓരോരുത്തർക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നൊരു പേർപ്പസോടുകൂടി ടാൽറോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ അവർക്ക് ഇതാണ് ടാൽറോപ്പ്, ഇങ്ങനെയാണ് ടാൽറോപ്പ് ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ് പ്ലാൻസ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ അൺടോൾഡ് സ്റ്റോറീസ് പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊരു വലിയ സ്വപ്നങ്ങൾക്കൊപ്പം ഒരുമിച്ച് വന്നവർ, അത് ഒരു തലമുറയെ തന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതൽ വളരെ ശക്തമായിട്ട് നമ്മുടെ മിഷൻ ആൻഡ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. അപ്പൊ അതിൽ നിങ്ങൾക്കും അതിന്റെ എക്സ്ട്രീം ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ മിഷാന, സോബർ, താങ്ക് യു.